ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 4-ാം വചനമാണ്. അത് 3 ചെറിയ കഷണങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ 21-ാം അധ്യായം 4-ാം വാക്യം. നാലാം വാക്യം, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. 3ന്റെ അവസാനം കൂടെ ചേർത്താണ് നമ്മൾ വായിച്ചത്. ഒരിക്കൽ കൂടെ വായിക്കാം, ശ്രദ്ധിക്കൂ. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഭാഗമാണല്ലോ. വളരെ സുപരിചിതമാണ്. പുനരുത്ഥാനത്തിൻ്റെ പ്രഭ അന്തരീക്ഷത്തിലുള്ള കാലത്ത് നടന്നൊരു സംഭവമാണ്. ഒരു പ്രഭാതത്തിൽ പത്രോസും കൂടെയുള്ള 6 പേരും ഒട്ടിയ വയറും ഒഴിഞ്ഞ വലയുമായി ഒരു രാവിൻ്റെ അധ്വാനങ്ങൾക്ക് ശേഷം ഒരു നെത്തോലി പോലും കിട്ടാതെ തീരത്തെ കണയുന്ന ഒരു പുലരിവെട്ടത്തിൽ ആ വള്ളത്തെ നോക്കി സുവിശേഷകൻ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണത്. ഒരു ദൃക്സാക്ഷി വിവരണം പോലെ ഒരു പ്രഭാത കാഴ്ച. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആണ് എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. സ്നേഹമുള്ളവരെ, ഈ പ്രഭാതത്തിലെ ഈ ദൃശ്യാവിഷ്കാരം യോഹന്നാൻ നടത്തിയിരിക്കുന്നത് ഇന്ന് രാത്രി നമ്മളൊന്ന് ചേർന്ന് ചിന്തിക്കുകയാണ്. വളരെ സുപരിചിതമാണല്ലോ ഇത്. ഈ രാത്രി ഈ വചനത്തോട് അല്ല, ഈ വള്ളത്തോട് നിങ്ങൾ കാണണം. ആ വള്ളത്തിൽ, ആ പുലരിമഞ്ഞിൽ തീരത്തെ കിടക്കുന്ന വള്ളത്തിൽ 7 പേരാണ് ഉള്ളത്. വല ശൂന്യമാണ്. അവരുടെ മുഖം വിവരണമാണ്. പതിവിലും ശക്തിയുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ തിരമാലകൾക്ക് വിഫലമായ രാത്രിക്ക് മീതെ വിഷാദത്തിൻ്റെ കറുപ്പ് പടർന്ന 7 മുഖങ്ങൾ നിരാശയോടെ തീരത്തെ കണയുമ്പോൾ ആ കാഴ്ച എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ 3 ചെറിയ വചനഭാഗങ്ങൾ. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് ആ വള്ളത്തോട് വെണ്ണിക്കുളത്ത് നിന്നുകൊണ്ട് 2 ചോദ്യങ്ങൾ ചോദിക്കാനാണ്. 2 ചെറിയ ചോദ്യങ്ങൾ, ഒറ്റ വാക്ക്. ആ 2 ചോദ്യങ്ങൾക്കും 2 ഉത്തരങ്ങൾ വീതം ആ വള്ളം പറയും. ഈ രാത്രി നമ്മുടെ വിഷയം ഈ പടകാണ്, ഈ പുലരിപ്പടക്. 2 ചെറിയ ചോദ്യങ്ങളാണ്, ഒറ്റ വാക്കൽ. ഓരോ ചോദ്യത്തിനും 2 ഉത്തരങ്ങൾ വീതവുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ നിന്ന് ഒന്ന് എഴുന്നേൽക്കണം. ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും. നമുക്ക് ആ തീരത്തേക്ക് പോകാം. വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി, വെറുതെ തോണിയുമായി അവരലയുമ്പോൾ, ചെറുമീൻ പോലുമില്ലാതെ അവരലയുമ്പോൾ. പഴയ പാട്ട് കേട്ടിട്ടുള്ളതാണല്ലേ? അത് ഈ പ്രഭാതത്തെ നോക്കി പാടിയതാണ്. വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി, വെറുതെ തോണിയുമായി അവരലയുമ്പോൾ, ചെറുമീൻ പോലുമില്ലാതെ അവരുഴറുമ്പോൾ. അരുതേ ഭയമരുതേ ഇരുളിൽ ഗുരുവരുളി, ജലരാശി ഗുരുവിൻ്റെ നടവഴിയായി എന്നൊക്കെ പാടിപ്പോകുന്നുണ്ട്. വലകൾ വീശിയ രാത്രി, വിഫലമായ രാത്രി. പ്രിയപ്പെട്ടവരെ, ചോദ്യം ഇതാണ്. 2 ചെറിയ ചോദ്യങ്ങൾ. ഒന്നാമത്തത് വൈ എന്നാണ്. എന്തുകൊണ്ട്? ഒരു ചോദ്യചിഹ്നം കൂടെ. എന്തുകൊണ്ട്? അതാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ ശ്രദ്ധ ധാരാളമായി തരണമേ.
ചില ശിരസുകൾ കുനിയപ്പെട്ടിരിക്കുന്നു, ചെരിയപ്പെട്ടിരിക്കുന്നു, ക്ഷീണം കാണും. എന്നാലും ഈ രാത്രി ആ വെളുപ്പിന് തിരിച്ചു വന്നവരുടെ അതിനേക്കാൾ നിരാശയിൽ ഇവിടെ ഇരിക്കരുത്. സന്തോഷത്തോടെ, ആത്മസന്തോഷത്തോടെ, ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് ഇവിടെ ഇരിക്കണം. വൈ, എന്തുകൊണ്ട്? 2025 ഈ രാത്രിയിൽ ആ പഴയ വള്ളത്തോടൊരു ചോദ്യമാണ്. വൈ, എന്തുകൊണ്ട് ഈ വല ശൂന്യമായിരിക്കുന്നു? സ്നേഹമുള്ളവരെ, ഇപ്പോൾ സമയം രാത്രി 8 മണിയാവുന്നു. എന്നാൽ ഈ സമയമല്ല, ആ പഴയ സമയം ഞാൻ പറയാം. ഒരു മുറിയിൽ കുറച്ചു പേർ ഒരുമിച്ചിരിക്കുകയാണ്. ആ മുറിയിൽ നിന്നാണ് ഈ രാത്രി നമ്മുടെ ചിന്ത ആരംഭിക്കുന്നത്. എന്തുകൊണ്ട് ഈ വല ശൂന്യമായി? ഒന്നാമത്തെ ഉത്തരം, ഇന്നലകളെ മറക്കുന്നവരുടെ വലകൾ ശൂന്യമാണ് ജീവിതസാഗരത്തിൽ. ഇന്നലകളെ മറക്കുന്നവരുടെ വലകൾ ജീവിതസാഗരത്തിൽ ശൂന്യമാണ്. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ, ഡീഡ്സ് ദാറ്റ് ഫോർഗെറ്റ് ദ ഒബ്ലിഗേഷൻസ് ആർ ഫ്രൂട്ട്ലെസ് എന്ന് പറയും. ഇന്നലകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, 7 പേരും കൂടെ മുനിഞ്ഞു കത്തുന്നൊരു വിളക്കിന്റെ ചുറ്റും രാത്രി 8 മണിക്ക് ഇരിക്കുന്നു. അവരുടെ മുഖം സന്തോഷമില്ല. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ അരുമ ശിഷ്യന്മാരാണ്. കർത്താവിനെ കാണുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, മേളിൽ നിന്ന് വന്നതുമില്ല, ഉത്തരത്തിലിരിക്കുന്നുമില്ല എന്ന് അറിയാമല്ലോ എന്ന് പറയണത് പോലെയാണ്. ഇപ്പം പഴയ പണിയുമില്ല, മീൻപിടുത്തവും ഇല്ല, ആളെയും കിട്ടുന്നില്ല. ആരെ? ഗുരുവിനെ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പത്രോസിനൊരു ഐഡിയ. വാട്ട് ആൻ ഐഡിയ! ഐഡിയ ഇങ്ങനെയാണ്. ആ മുറിയുടെ മൂലയ്ക്ക് പന്ത് പോലെ ഉരുട്ടി വെച്ചിരിക്കുന്ന വല കണ്ടപ്പോൾ പത്രോസിന്റെ ഉള്ളിൽ ലഡു പൊട്ടി. പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അപ്പൊ ബാക്കി 6 എണ്ണം അവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ വല്യപ്പൻ തോമാച്ചനും ഒക്കെ അതിനകത്തുണ്ട്, തോമാസ് ലീഹ ഉണ്ട്. മൈക്കാട് പണിക്ക് പോലും കൊള്ളാവുന്നവനില്ല ഈ പരിപാടിക്ക്, ഏതാ മീൻ പിടിക്കാൻ. എങ്കിലും അവർ 6 പേരും കൂടെ കോറസായിട്ട് പറഞ്ഞു, ഞങ്ങളും വരികയാണ്. അങ്ങനെ 7 പേരും കൂടെ ആ പഞ്ചസാര മണലിലൂടെ ആ കടലിന്റെ തിബിരിയാസിന്റെ തീരത്തേക്ക് നടക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അവിടെ ഒരു ഒറ്റത്തെങ്ങിന്റെ മൂട്ടിൽ ഒരു വള്ളം, ആ വള്ളം പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 3 വർഷം മുമ്പ് വരെ ഫാൻസ് അസോസിയേഷനൊക്കെ ഉള്ള വള്ളമായിരുന്നു. കാരണം പത്രോസിന്റെ വള്ളമാണത്. അതിനകത്ത് മീൻ കയറിയതുപോലെ ഈ നാട്ടിൽ ഒരുത്തൻ്റെയും വല്ല കയറിയിട്ടില്ല. അത്ര ആരാധകരുള്ള വള്ളം. പക്ഷെ ഇന്ന് ആ വള്ളം അനാഥമാണ്. എന്നാൽ ഈ രാത്രി പൗർണമി വെട്ടത്തിൽ 7 പേരും കൂടെ ഒരു ഐലസ പാട്ടും പാടി വള്ളം തള്ളി വെള്ളത്തിലേക്ക് ഇറക്കുന്നു. 7 പേരും കൂടെ തുഴയെറിഞ്ഞ് ആഴത്തിലേക്ക് പോകുന്നു. നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? തലേന്ന് കുലുക്കിക്കോളൂ കാണുന്നുണ്ടെങ്കിൽ. ഇല്ല, അനങ്ങുന്ന മനുഷ്യരല്ല, എനിക്കൊന്നും പറയാനുമില്ല. അങ്ങനെ അവർ ആഴത്തിലേക്ക് പോയി. രാത്രി തലങ്കും വിലങ്കും തിബിരിയാസ് എന്ന തടാകത്തിൽ അധ്വാനിച്ചു. വെളുപ്പിന് തിരിച്ചു വരുന്നൊരു ചിത്രമാണ്. എന്തുകൊണ്ട് ഇവർ ശൂന്യരായി തിരിച്ചു വന്നു? അത് നമ്മുടെ ജീവിത പടകിനോടുമുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ ഉത്തരം, ഇന്നലകളെ മറക്കുന്നവരുടെ വള്ളം ശൂന്യമാണെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാ വള്ളവും വലയും ഉപേക്ഷിച്ചേക്കൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞിട്ട് 3 വർഷം മുമ്പ് കൈപിടിച്ച് കൊണ്ടുപോയൊരു തമ്പുരാനും അവർക്കൊരു അഡ്രസ്സും ഐഡന്റിറ്റിയും ഉണ്ടാക്കിക്കൊടുത്ത ഗുരുവിനെ ഈ സന്ധ്യയ്ക്ക് ഇത്തിരി വിശപ്പുണ്ടായപ്പോ, ഇത്തിരി നിരാശയുണ്ടായപ്പോൾ അവർ മറന്നുപോയി. അതാ ഞാൻ പറഞ്ഞത്. ഇന്നലകളിൽ അവരുടെ ജീവിതത്തിന്റെ മഹത്വം നൽകിയ ക്രിസ്തുവിനെ മറന്നിട്ടുള്ള അധ്വാനം വ്യർത്ഥമാണ്. അതാണ് ഈ വള്ളം നമ്മളോട് പറയുന്നത്. മുക്കുവപ്പണിയിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് പത്രോസ്. പക്ഷെ ഈ പുള്ളി രാത്രി 6 പേരും ഒരുമിച്ച് അധ്വാനിച്ചിട്ടും ഒരു മത്തിക്കുഞ്ഞു പോലും വള്ളത്തിലില്ല. ഉത്തരം വളരെ ലളിതമാണ്. ഒന്ന്, അങ്ങനെയാണ്. ഇന്നലകളുടെ മഹത്വത്തെ മറക്കുന്നവന്റെ വള്ളം എല്ലാ കാലത്തും ശൂന്യമാണ്. സുഹൃത്തെ, അത് നിനക്കും എനിക്കും അങ്ങനെ തന്നെയാണ്. ഈ രാത്രി വചനകൂടാരത്തിൽ അതാണ് നാം ആദ്യമായി ആ പടക് നമുക്ക് തരുന്ന ഉത്തരം. ഇതുപോലെ ഇന്നലകളെ മറക്കുന്നൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? അവരെ വിളിച്ചവനെ മറന്നുപോയി. യേശു ക്രിസ്തു എന്ന പരമരക്ഷകനെ അവർ വിട്ടുപോയി. ദൈവത്തെ കൂടാതെയുള്ള അധ്വാനം
എന്താ? കർത്താവ് ഭവനം പണിയാതിരുന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതിരുന്നാൽ കാവൽ വെറുതെയാകും. അല്ലേ? പഴയ പാട്ടാണ്. കർത്താവ് ഭവനം പണിയാതിരുന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതിരുന്നാൽ കാവൽ വെറുതെയാകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. യേശുവിനെ കൂടാതെയുള്ള പ്രയത്നം നിഷ്ഫലമായി പോകുന്ന നിമിഷങ്ങൾ, ഒന്നുമില്ലാതെ അവർ ശൂന്യരായി. ഇതുപോലെ ഇന്നലകളെ മറക്കുന്ന കാലം. 3 തരം മറവി രോഗം ഉണ്ടെന്ന് പറയും. ഒന്ന് ഡിമെൻഷ്യയാണ്, തലച്ചോറിൽ ഓർമ്മയുടെ കോശങ്ങൾ പ്രായമാകുമ്പോഴാണ് ഉണ്ടാവുക. അത് മറവിയാണ്, സാരമില്ല. പിള്ളേരുടെ ഭാഷ പറഞ്ഞ CC അടഞ്ഞ് തീരാറുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ്, സാരമില്ല, പോട്ടെ, ഇനി ഇത്ര നാളല്ലേ ഉള്ളൂ. അംനീഷ്യ എന്ന് പറയുന്ന മറ്റൊരു മറവി രോഗമുണ്ട്. അത് ഈ ലോങ് ടൈം മെമ്മറി പോകുന്നവരാണ്. അത് സംഭവിച്ചേക്കാം, കുറച്ചു നാളത്തെ ഓർമ്മ കാണില്ല. അൽഷിമേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു രോഗമുണ്ട്, കേട്ടിട്ടില്ലേ? 18 വയസ്സുള്ള ആൾക്ക് വന്നേക്കാം, 26 വയസ്സുള്ള ആൾക്ക് വന്നേക്കാം. ഒരു മുട്ടുസൂചി പോലും ഓർമ്മയിലുണ്ടാവില്ല. ഇത് സ്പിരിച്വൽ അൽഷിമേഴ്സിന്റെ കാലമാണ്. ഇത് എത്തിക്കൽ അൽഷിമേഴ്സിന്റെ കാലമാണ്. ഇന്നലകളെ നമ്മൾ വല്ലാതെ വിസ്മരിച്ചു കളയുന്ന കാലമാണ്. ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ, ദാമ്പത്യങ്ങളിൽ, അല്ലേ? വളരെ പെട്ടെന്നാണ് നമ്മുടെ പുതിയ തലമുറ ഏറ്റവും സുന്ദരമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബ്രേക്കപ്പ്, അല്ലേ? കുട്ടികൾക്കറിയാം, പ്രായമുള്ളവരും മിഴിച്ചു നോക്കണ്ട, നിങ്ങളത് കേട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. കുട്ടികൾക്കറിയാം, 9ാം ക്ലാസ്സിൽ തുടങ്ങും, 10ാം ക്ലാസ്സിൽ പൊട്ടും. +1 2 എണ്ണമാണ്. അച്ഛാ, ബ്രേക്കപ്പായി. എത്ര സുന്ദരമായാണ് ബന്ധങ്ങൾ ശിഥിലമാകുന്നത്, അല്ലേ? ഇത് വല്ലാത്തൊരു കാലമാണ്, ബന്ധങ്ങൾ ശിഥിലമാകുന്ന കാലം. കുടുംബജീവിതത്തിൽ സാധാരണ നിങ്ങളുടെ കയ്യിൽ, കല്യാണം കഴിച്ചവരുടെ കയ്യിൽ ഒരു മോതിരം കിടപ്പുണ്ടാവും, ഇല്ലേ? ഉണ്ടോ? ഇവിടെ കല്യാണം കഴിച്ചവരാരുമില്ലേ? വിവാഹമോതിരം ഒന്ന് നോക്കിക്കേ. പ്രണയാർദ്രമായി നോക്കേണ്ടതാണ് എവിടെ വിവാഹമോതിരത്തെ. എന്തിനാണ് ആ വിരലിൽ മോതിരം ഇട്ട് തന്നത്? അതിനൊരു വേദശാസ്ത്രമൊന്നുമില്ല, പക്ഷെ അതൊരു പഴയ ഈജിപ്ഷ്യൻ ലാറ്റിൻ പാരമ്പര്യമാണ് അത്രയും. അവർ പറയുക, അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഈ വലത് കൈയുടെ വിരലിൽ നിന്ന് ഹൃദയത്തോളം എത്തുന്ന ഒരു നാഡിയുണ്ട് അത്രേ. അതിനെ അവർ വിളിക്കുന്നൊരു വെനൈമോറിസ് എന്നാണ്. ആ നാഡി ഹൃദയത്തെ ഇങ്ങനെ നിരന്തരം ഓർമ്മിപ്പിക്കും, മറുപാതിയെ മറന്ന് മറുകണ്ഠം ചാടരുതേ. മറുപാതിയെ മറന്ന്, എന്താ ഇവിടെ ഇല്ലേ? ഇന്ന് കേരളത്തിൽ ഇന്ന് നടക്കുന്ന കുടുംബ കലഹങ്ങളുടെ പ്രധാന കാരണം നാത്തൂൻ പോരല്ല, സ്ത്രീധന പ്രശ്നമല്ല, കുട്ടികളുടെ പ്രേമമല്ല, മധ്യവയസ്കരുടെ പ്രണയമാണ്. ബന്ധങ്ങളിൽ മറവി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ലൈക്ക് യു ആൻഡ് ഐ ലവ് യു എന്നൊരു കവിതയുണ്ട്, ശ്രീബുദ്ധൻ്റെതായി അറിയപ്പെടുന്നതാണ്. എന്താണ്? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലൈക്ക് യു ആൻഡ് ഐ ലവ് യു. അതിന് മനോഹരമായൊരു ഉത്തരം കവിത ഇങ്ങനെയാണ്: വെൻ യു ലൈക്ക് എ ഫ്ലവർ യു പ്ലക്ക്ഡ് ഇറ്റ്. നിങ്ങൾക്കൊരു പൂവിനെ ഇഷ്ടമാണെങ്കിൽ അത് പറിച്ചെടുക്കണം, അല്ലേ? നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഇന്ന് വരെ പൂ പറിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പറിച്ചിട്ടുള്ള പൂവെല്ലാം അയൽപക്കക്കാരൻ്റെ മതിലെത്തി മാത്രമാണ്, ഇഷ്ടം തോന്നുമ്പോൾ. When you like a flower, you plucked it. But when you love a flower, you water it daily. നിങ്ങൾക്കൊരു പൂവിനോട് സ്നേഹമാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുമെന്നും വെള്ളമൊഴിക്കുമെന്നുള്ളതാണ്. ഇന്ന് മനുഷ്യ ബന്ധങ്ങൾക്ക് വിലയില്ല, മനുഷ്യ ജീവിതങ്ങൾക്ക് വിലയില്ല. ഇന്നെല്ലാം മറന്നു കളയാനുള്ളതാണ്, പറിച്ചെടുക്കാനുള്ളതാണ്, പറിച്ച് നശിപ്പിക്കാനുള്ളത്. മലയാള ഭാഷയിൽ പ്രണയപ്പക എന്നൊരു വാക്കുണ്ടായിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ. പ്രണയപ്പക. കോതമംഗലത്തെ ഡെന്റൽ കോളേജിലെ മാനസ, ആലപ്പുഴയിലൊരു സൗമ്യ, പെരിന്തൽമണ്ണയിലൊരു ദൃശ്യ, തൃശ്ശൂരിലൊരു നീതു, അങ്ങനെ കാക്കനാട്ടൊരു പെൺകുട്ടി തുടങ്ങി എത്ര കുട്ടികളാണ് പുരുഷന്റെ പ്രണയാഭ്യർത്ഥനയ്ക്ക് നോ എന്ന് പറഞ്ഞപ്പോൾ പറിച്ചെടുത്ത് നശിപ്പിച്ചത്. കൊന്നുകളയുകയായിരുന്നു, കുരുതി കൊടുക്കുകയായിരുന്നു, കഴുത്തറക്കുകയായിരുന്നു ചില കുട്ടികളെ.
When you like a flower, you plucked it. ഇന്ന് പറിച്ചെടുത്ത് കളയുന്ന കാലമാണ്. ഇഷ്ടം. ഇന്ന് കുടുംബങ്ങളിൽ ഇഷ്ടമാണ്, സ്നേഹമല്ല. ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇഷ്ടം മടുക്കുവോളം മാത്രമാണ്, സ്നേഹമോ മരിക്കുവോളം. ഇഷ്ടം മടുക്കുവോളം മാത്രമാണ്, സ്നേഹമോ മരിക്കുവോളം. ഒന്നിനും നിന്റെ സ്നേഹത്തെ തച്ച് തകർക്കാൻ കഴിയാറില്ല. സ്നേഹത്തിന്റെ മാഗ്ന കാർട്ട എന്ന് പറയുന്ന ബൈബിളിലെ അധ്യായം 1 കൊരിന്ത്യർ 13. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്ത് ജീവിച്ചാലും എന്ന് പറഞ്ഞാരംഭിക്കുന്ന സ്നേഹത്തിന്റെ വാഴ്ത്തുപാട്ടിനോളം മനോഹരമായൊരു കവിതയും ഈ ലോകത്തിൽ ഒരു ക്ലാസിക്കൽ കവിതാ ഏടുകളിലും ഉണ്ടായിട്ടില്ല. സ്നേഹത്തിന്റെ ആഴമായ തലങ്ങളെ ഇഷ്ടം മടുക്കുവോളം, സ്നേഹം മരിക്കുവോളം. ഇന്ന് മടുപ്പുകളുടെ കാലമാണ്, പ്ലക്ക് ചെയ്ത് കളയുന്ന കാലമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ബന്ധങ്ങളിൽ മറവി സംഭവിക്കുന്ന കാലമാണ്. ഡിമെൻഷ്യയും അംനീഷ്യയും അൽഷിമേഴ്സും. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വലകൾ ശൂന്യമാകുന്നു? നമ്മളെപ്പോലെ ഇന്നലകളെ മറക്കുന്നവർ ഉണ്ടായിട്ടുണ്ടോ? നമുക്കൊക്കെ ഈ പന്തലിൻ കീഴെ ഇരിക്കുന്ന എല്ലാവർക്കും എനിക്കും പലപ്പോഴും ചേരുന്ന ഒരു ഇരട്ടപ്പേരുണ്ട്. വെണ്ണിക്കുളത്ത് ഇരട്ടപ്പേര് ഇടാറുണ്ടോ? ഉണ്ടാവാറില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ കയ്യിലിരിപ്പ് കൊണ്ട് പേരൊക്കെ ഉള്ളൊരു കാണും. ഇപ്പോൾ ഓർക്കുകയോ ആ മനുഷ്യനെ ഒന്നും ഓർക്കരുത്, കാണും. നമുക്ക് ചേരുന്നൊരു പേര് നോഹയുടെ പെട്ടകത്തിൽ നിന്ന് വെള്ളം താണോ എന്ന് നോക്കി വരാൻ നോഹ ആദ്യം പറഞ്ഞു വിട്ട പേരാണ്, പക്ഷിയാണ്. ആര്? മലങ്കാക്ക അല്ലേ? സുരേഷ് ഗോപി പറയണത് പോലെയാണ് കാക്ക നോഹയോട് പറഞ്ഞത്, ദേ പോയി ഇതാ വന്നു, ഇപ്പൊ വരാന്നാണ് പറഞ്ഞത്. പെട്ടകത്തിന്റെ കിളിവാതിൽ നിന്ന് താഴേക്ക് പറന്നുപോയ പക്ഷി വന്നോ? ഇല്ല. എന്തുകൊണ്ടാ? താഴെ എക്കലിടിഞ്ഞ ഭൂമിയിൽ ശവശരീരങ്ങൾ. ഇഷ്ടം പോലെ മനുഷ്യരുടെ ചീഞ്ഞെളിഞ്ഞ അല്ലേ പ്രളയം താണ ഭൂമിയാണ്. പുതിയതൊക്കെ കണ്ടപ്പോ ചിക്കൻ ബിരിയാണി കണ്ടതുപോലെ ആയിപ്പോ എച്ചിയിൽ കണ്ടപ്പോ കാക്കയ്ക്ക്. പുതിയ വിരുന്ന് കണ്ടപ്പോ പഴയത് മറന്നുപോയി. ആര്? നോഹ. അങ്ങനെയാണെങ്കിൽ ഈ പന്തലിൻ കീഴെ പലർക്കും ഈ രാത്രി സത്യമായിട്ടും ആ ഇരട്ടപ്പേര് ചേരും. പലതും പുതിയത് കാണുമ്പോ പഴയത് മറക്കുക. മലങ്കാക്ക. ഇന്നലകളെ മറക്കുന്ന ജീവിതങ്ങൾ. ഗുരുത്വം എന്നൊരു വാക്കുണ്ട്, 3 അക്ഷരമേ ഉള്ളൂ. പക്ഷെ 3 അക്ഷരത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന വല്ലാത്തൊരു ജീവിതത്തിന്റെ അനുഗ്രഹമുണ്ട്. പുതിയ തലമുറയ്ക്ക് ആ വാക്ക് പരിചയം ഉണ്ടാവില്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദമൊന്നും അതിന് പകരമല്ല. ഗുരുത്വം എന്ന സമാനമായ മലയാള പദത്തിന് സമാനമായ ഒരു ഇംഗ്ലീഷ് പദം ഇനിയും കണ്ടെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വല്ലാത്തൊരു മാന്ത്രികതയുണ്ട് ഇന്നലകളോട്, ബന്ധങ്ങളോട് മറന്നുകൂടാത്തൊരടുപ്പം. നിന്നെ നടത്തിയൊരു ദൈവമുണ്ട്, വഴി നടത്തിയ മാതാപിതാക്കന്മാരുണ്ട്, അപ്പന്റെ വിയർപ്പുണ്ട് അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. മക്കളെ, നിങ്ങൾ ഇന്ന് ഒത്തിരി ഫെയർനെസ് ക്രീം തേക്കുന്നുണ്ടല്ലോ. സുന്ദരിയാകാൻ, സുന്ദരനാകാൻ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഫെയർനെസ് ക്രീം ഏതാണെന്നറിയാം? അപ്പന്റെ വിയർപ്പാണ്. അപ്പന്റെ വിയർപ്പും അമ്മയുടെ വേദനയും ഒരുമിച്ച് കുഴച്ച് തേക്കപ്പെട്ട സൗന്ദര്യമാണ് മോളെ മോക്കുള്ളത്. നീ ഉണ്ടായപ്പോ എങ്ങനെ ഇരിക്കുന്നു? ഉണ്ടായ സമയത്ത് ഫോട്ടോ വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? ഇവിടെ ആരുടെയെങ്കിലും? വാൽമാക്കരുടെ അല്ലേ, തവളയുടെ കൂട്ടിരിക്കുകയായിരുന്നു, 2 കാലും 2 കൈയും അകപ്പാടെ ഇത്തിരി. ഇപ്പൊ വലിയ പുള്ളിയാണ്. അന്നൊരു ഷെയ്പ്പും ഇല്ലായിരുന്നു. നമുക്ക് ഷെയ്പ്പ്ലെസ് ആയിരുന്നപ്പോ നമ്മെ സ്നേഹിച്ചത് 3 പേരാ. പിണ്ടാകാരമായിരുന്നപ്പോ നമ്മെ കണ്ട കർത്താവും പിന്നെ നമ്മുടെ അപ്പനും അമ്മയും. ഇപ്പം നിന്റെ ഷെയ്പ്പ് കണ്ടിട്ടാണ് രാമൻ മെസ്സേജ് അയക്കണേ. മോള് കേൾക്കണുണ്ടാ? ഇപ്പൊ നിന്റെ ഷെയ്പ്പ് കണ്ടിട്ടാണ് ചാറ്റിംഗ് നടക്കുന്നത്. ഈ ഷെയ്പ്പ് പോയാൽ ഒരു വരട്ട് ചൊറിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ ഈ സൗന്ദര്യം. ഒരു പുഴുക്കടിക്ക് എടുത്തു കളയാവുന്നതേ ഉള്ളൂ ഈ ലാവണ്യം. നിനക്ക് ഷെയ്പ്പ് ഇല്ലാതാകുമ്പോ പൊന്നുമോളെ ആരുണ്ടാവും അല്ലേ? ഇപ്പൊ നമുക്ക് ബർത്ത്ഡേ ഒക്കെ വരുമ്പോ പോസ്റ്റ് ഇടും, ഹലോ ഗൈസ് അല്ലേ? നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ആരാണ് വലുത്? മറന്നുകൂടാത്ത ചില ബന്ധങ്ങൾ, ചില സാഹചര്യങ്ങളിൽ നിന്ന് അനേകം വീടുകളിൽ ഗുരുത്വമില്ല, തലമുറ ഗുരുത്വമില്ലാതെ വളരുകയാ. അതുകൊണ്ടാണ് ഇന്ന് പഠിപ്പുണ്ടായിട്ടും ജീവിതത്തിൽ സമ്പത്തുണ്ടായിട്ടും വീട്ടിൽ ആസ്തി ഉണ്ടായിട്ടും ഒരുപാട് പേര് രക്ഷപ്പെടാതെ കിടക്കുക. പഠിപ്പിന്റെ കുറവല്ല, പണത്തിന്റെ കുറവല്ല, എവിടെയോ കടപ്പാടുകളെ, ഇന്നലകളെ മറന്ന കഥയുണ്ട്. ബൈബിളിൽ ഏറ്റവും ഗുരുത്വമില്ലാത്തൊരു മനുഷ്യനായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരാൾ യാക്കോബാണ് പഴയ നിയമത്തിൽ.
77 വയസ്സുവരെ അദ്ദേഹം വല്ലാത്തൊരു പരാക്രമിയായിരുന്നു. അപ്പന് 8ന്റെ പണി കൊടുത്ത ആളാണ്, പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ. അല്ലെ, ബീഫ് ഫ്രൈക്കകത്ത് കുരുമുളക് വെതറിയാണ് വേട്ടയിറച്ചിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പന് കൊടുത്തത്. എന്നിട്ട് ഇത് പെട്ടെന്ന് ഈ വേട്ടയിറച്ചി എങ്ങനെ കിട്ടി, കാട്ടിൽ പോയിട്ട് വരാൻ സമയമായിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ ഈ കള്ളക്കളി ദൈവം സ്പോൺസർ ചെയ്തു, ദൈവം വരുത്തി തന്നു എന്നാണ് നമ്മുടെ യാക്കോബ് മോണാക്ട് കളിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പറയാണ്ടല്ലോ, ചില വരമ്പൊക്കെ മാന്തിയിട്ട് നമ്മളും പറയും അത് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം അങ്ങനെ ആയിരുന്നു. പണ്ട് മറഡോണ കൈകൊണ്ട് ഗോളടിച്ചിട്ട് പഴയ ഒരു ലോകകപ്പിൽ ഇത് ദൈവത്തിൻ്റെ കൈയാണെന്ന് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. യാക്കോബ് പണ്ടേ അത് പറഞ്ഞാണ്, ദൈവം വരുത്തി തന്നു, കള്ളക്കളി തമ്പുരാൻ സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞ ആളാണ്. നമ്മളിപ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് ചേട്ടന് പായസത്തിനകത്താണ് പണി. അപ്പൊ വീട്ടിനകത്ത് ഗുരുത്വമില്ലാതെ വളർന്ന മനുഷ്യനാര്? യാക്കോബ്. 77 വയസ്സ് വരെ. 77ാമത്തെ വയസ്സിൽ യാക്കോബ് ഗതികെട്ട് വീട്ടിൽ നിന്ന് പോവാണ്. അമ്മച്ചി പറയുന്നുണ്ട്, മോനെ യാക്കോബെ, നീ ഇനി ഇവിടെ നിന്നാ നിന്നെ ചേട്ടൻ ചാമ്പും, പൊക്കോളം പറഞ്ഞു. അങ്ങനെയാണ് പദ്ദനാരാമിലേക്ക് പോകുന്നത്. ഒറ്റയ്ക്കാണ് പോകുന്നത്. ആ പോയ വഴിയിൽ യാക്കോബിന് വെളിപ്പാടുണ്ടായി. ആ സ്ഥലമാണ് ഇത്, ബഥേൽ. 21 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. നിങ്ങൾക്കറിയില്ലേ, അങ്ങോട്ട് പോയപ്പോൾ ഒറ്റയ്ക്ക്, ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ടിപ്പർ നിറച്ച് പിള്ളേരും ഭാര്യമാരുമായിട്ടാണ് വന്നത്. 2 ഭാര്യമാര്, 2 ദാസിമാര്, 10-13 പിള്ളേര്, 12 ആണ്, ഒരു പെണ്ണ്, ഒരു വണ്ടി പിള്ളേരും ഭാര്യമാരുമായിട്ടാണ് ആര് വന്നത്? ആദ്യമായിട്ട് കേൾക്കണ മട്ടാണല്ലോ ഇത്. യാക്കോബ് തിരിച്ചു വന്നപ്പോൾ യാക്കോബ് ദൈവദൂതനുമായി മല്ല് പിടിക്കുന്ന ഒരു പെനിയേലുണ്ട്. ജേക്കബ് ലെഫ്റ്റ് അലോൺ, ഒറ്റയ്ക്ക് ശേഷിച്ചു. അവിടെ വെച്ച് യാക്കോബ് പറയുന്നുണ്ട്, ഞാൻ ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഈ യോർദാൻ കടന്നത്, എന്നാൽ ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി. ഇന്നലകളിലെ കണ്ണീരും, ഇന്നലകളിലെ ഇല്ലായ്മകളും, ഇന്നലകളിലെ ഏകാന്തതയും, ഇന്നലകളിലെ നടത്തിപ്പും നെടുവീർപ്പുകളും ഓർക്കുന്നൊരു യാക്കോബുണ്ട്. അറ്റ് ദ ഏജ് ഓഫ് 98 സെഞ്ചുറി അടിക്കാൻ നിൽക്കുമായിരുന്നു യാക്കോബ്. 100 വയസ്സ്. പക്ഷേ സെഞ്ചുറിക്ക് തൊട്ട് മുമ്പ് റണ്ണൗട്ട് ആയില്ല. 98ാമത്തെ വയസ്സിൽ ഹിപ്പ് ഇഞ്ചുറി ആയി. സെഞ്ചുറിക്ക് നിന്നയാളെ ആൾക്ക് ഇഞ്ചുറി കിട്ടി. തുടയുടെ തടം തൊട്ടു മുടന്തി നടന്നു എന്നാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഈ പുതിയ കുട്ടികൾക്ക് കിട്ടുള്ളൂ. നമ്മളൊക്കെ വലിയ നേട്ടങ്ങളുടെ സെഞ്ചുറികൾക്ക് മുമ്പിലെല്ലാം ഒരു ഇഞ്ചുറിയുടെ സാധ്യതയുണ്ടെന്ന് ഓർത്തോണം. യാക്കോബിന് ഹിപ്പ് ഇഞ്ചുറിയാണ് ഉണ്ടായത്. പിന്നെ നടക്കാൻ പറ്റിയിട്ടില്ല, മുടന്തിയാണ് നടന്നത്. ഒരുപാട് വേഗതയുള്ള ആളായിരുന്നു. ചില ജീവിതങ്ങളിൽ ആരെങ്കിലുമൊക്കെ കുറുക വരേണ്ടി വരും. ചില പരിക്കുകളാണ് ചില മനുഷ്യരെ ഗുരുത്വമുള്ളവരാക്കുന്നത്. ഇതാ ഈ രാത്രി കടപ്പാടുകളെ മറന്നവൻ, വീണ്ടെടുത്തവരെ മറന്ന 7 പേർ, വിളിക്കപ്പെട്ടവരെ മറന്ന 7 പേർ ദൈവത്തെ കൂടാതെ അധ്വാനിക്കാൻ പോയി. എന്നാൽ ഈ സംഭവത്തിന് ഗുരുത്വമുണ്ടായ യാക്കോബിന് ശേഷമാണ് യാക്കോബിന്റെ പേര് മാറി. ഏത് പേരായി? ജേക്കബ് എന്ന് പേര് മാറി ഇസ്രായേൽ. ഒരാളുടെ പേര് മാറുക എന്ന് പറയുന്നത് ദൈവം ഉടമസ്ഥത ഏറ്റെടുക്കുമ്പോഴാ, ദൈവം അയാളെ കരങ്ങളിൽ വഹിക്കുമ്പോഴാ. ഗുരുത്വമില്ലാത്ത മനുഷ്യൻ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ പോലും രക്ഷപ്പെടാതെ കിടക്കും. നമ്മൾ എത്ര ലോകം എനിക്കു വേണ്ട പാടിയാലും ജീവിതത്തിൽ അപ്പനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, ഉടപ്പിറന്നവരോട്, ഇന്നലകളോട്, വീണ്ടെടുത്ത വിളിയോട് വിശ്വസ്തയോടെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ എത്ര പഠിപ്പുണ്ടായിട്ടും എത്ര മിടുക്കനാണെങ്കിലും, നീ എത്ര തുഴയെറിയാൻ അറിയാവുന്നവനായാലും എന്തു പറ്റും? ശൂന്യമാവും. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകണമെന്നല്ല പറഞ്ഞേ, എൻ്റെ ഓർമ്മയ്ക്കായി, അല്ലേ? അനംനേസിസ് ഫോർ മൈ റിമംബറൻസ്. നീയൊക്കെ മറന്നു പോകുന്ന തമ്പുരാന് പണ്ടേ നമ്മളെ നോക്കി അറിയാമായിരുന്നു. എൻ്റെ ഓർമ്മയ്ക്ക്. അതിൻ്റെ അർത്ഥം എന്താ? മോളെ, ഒന്നും മറന്നു പോകല്ലേ. ഞാൻ നിനക്കായി കൽവറിയിൽ മുറിഞ്ഞതും, ഞാൻ പിടഞ്ഞതും, ഞാൻ ചോരയിൽ കുളിച്ചതും, നിനക്ക് വേണ്ടി മുൾമുടിയേറ്റതും, നിന്നെ ഇങ്ങനെ വീണ്ടെടുത്തതും മറന്നു പോകല്ലേ. കൃതജ്ഞതയുടെ കാറ്റ് വീശുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ കൃപയുടെ കനൽ ജ്വലിച്ചിറങ്ങണത്. കൃതജ്ഞതയുടെ കാറ്റ് വീശാൻ യാക്കോബിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം പഴയ മാരാമന്റെ പാട്ടല്ലേ? ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. ഈ പത്രോസും കൂടെ ഉള്ളവർ ഈ രാത്രി സ്വാശ്രയത്തിലാണല്ലേ? അവരിൽ തന്നെ ആശ്രയിച്ചു വല വീശുക.
ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ. സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനേ, വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടു. ചേർന്നൊന്ന് പാടിക്കേ. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ. പ്രിയപ്പെട്ടവരെ, ഒന്നും മറന്നു പോകല്ലേ. സ്വാശ്രയത്തിൽ തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ. സങ്കീർത്തനത്തിൽ ഒരു കാര്യമാണ് 2 പ്രാവശ്യം കേട്ടതായി സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്. എന്താണ്? ബലം. എന്താ? ബലം. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു. ഞാനോ 2 പ്രാവശ്യം. അതിൻ്റെ അർത്ഥം എന്താ? നീ എന്തൊക്കെ ചെയ്യുമ്പോഴും, നീ എവിടൊക്കെ പൊക്കോളൂ മക്കളെ, പക്ഷേ തമ്പുരാൻ തരുന്ന ബലമേ നിനക്കുള്ളൂ എന്ന് 2 പ്രാവശ്യം കേൾക്കാനുള്ളതാണ്. ചില കാര്യങ്ങൾ പറയാതെ കേൾക്കേണ്ടതാണ്, ചില കാര്യങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കേണ്ടതാണ്. അതെ, എന്തുകൊണ്ട് നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിതം ശൂന്യമായി കിടക്കുന്നു, വീട്ടിലൊരു ഐശ്വര്യപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചിന്തിക്കണം, ചിലത് മറന്നു പോയിട്ടുണ്ടോ? അതിന് അപ്പന് വെള്ളം കൊടുക്കാത്ത കഥയുണ്ടാവാം, അമ്മയെ നോക്കാത്ത കഥയുണ്ടാവാം. ഞാനീ എന്നെ കേൾക്കുന്ന യുവജനങ്ങളോട്, യുവജന സഖ്യക്കാരോട്, കുഞ്ഞുങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. പരിശുദ്ധ കന്യകമറിയാം എലിസബത്തിന്റെ വീട്ടിലേക്ക് പോയില്ലേ? അറിഞ്ഞില്ലല്ലേ? പോയി. ഗർഭവതി 2 തുല്യ ദുഃഖത്തിലുള്ള സ്ത്രീകളാണ്. മറിയത്തിന്റെ വീട്ടിൽ നിന്ന്, നസറത്തിൽ നിന്ന് മലനാട്ടിലേക്ക് എന്ത് ദൂരമുണ്ടാകും? പറ. സൺഡേ സ്കൂളൊന്നും പഠിച്ചിട്ടില്ലേ? എത്ര ദൂരം ഉണ്ടാവും? ബന്ധപ്പെട്ടു പോയി എന്നാണ്. എത്ര ദൂരം ഉണ്ടാവുമെന്നൊന്നും നിങ്ങൾ പറയണമെന്നില്ല, ഒരൊറ്റ ദൂരേ ഉള്ളൂ. അത് നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികളുടെ ലാപ്ടോപ്പിൽ നിന്ന് അമ്മച്ചിയുടെ, വയ്യാണ്ട് കിടക്കുന്ന അമ്മച്ചിയുടെ കട്ടിലിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ, ഈ മറിയം പോയപ്പോൾ തോളയിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ? അതൊക്കെ കാണണം ബൈബിൾ വായിക്കുമ്പോൾ. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ സഞ്ചിക്കകത്ത് എന്തുണ്ടായിരുന്നു എന്നറിയാം? ബലാകുളശാതി എണ്ണ 2 ബോട്ടിൽ, ദന്നന്തരം കുഴമ്പ് 2 ചെറിയ കുപ്പി, കൊട്ടഞ്ചുക്കാതി തൈലം വലിയ കുപ്പി 1 പിന്നെ എന്നാ? ഉപ്പിലിട്ട മാങ്ങയിട്ടാണോ പോയെ? കാരണം അവിടെ 90 വയസ്സുള്ളൊരു അമ്മച്ചി ഗർഭിണിയാണ് അല്ലേ? അവിടെ കഥ പറയാൻ പോയതല്ല. ഇപ്പോൾ ആയ കാലത്ത് ആയൻ്റെ കാര്യം പാടി പാവപ്പെട്ട അമ്മച്ചിമാർക്കറിയാം. അപ്പോഴാണ് 90 വയസ്സുള്ള അമ്മച്ചി ഇങ്ങനെ ആയത്. അപ്പോൾ മറിയത്തിനറിയാം അവിടെ ചൂടുവെള്ളം അനത്തേണ്ടതുണ്ട്, അവിടെ എണ്ണ തേക്കേണ്ടതുണ്ട്, അവിടെ കുഴമ്പ് തേക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മറിയം നടന്ന് മലനാട്ടിലേക്ക് പോയപ്പോൾ തോളിൽ കിടക്കുന്ന സഞ്ചിക്കകത്ത് എന്നൊക്കെയാ? ഞാൻ ലിസ്റ്റ് പറഞ്ഞായിരുന്നു. ഏത്? എണ്ണയും കുഴമ്പോ? അത്രയും മാത്രം മതി. അതുമായി പോയിട്ടാണ് 3 മാസം അമ്മച്ചിയെ തേച്ചു കുളിപ്പിച്ചിട്ട് പോരുന്നേ. അല്ലാതെ കഥ പറയാൻ പോയതല്ലെന്നേ. അവരൊറ്റ വചനത്തിന്റെ വരിക്കകത്ത് നമ്മൾ കാണേണ്ടത് ഇതൊക്കെയാണ്. എന്നിട്ട് തിരിച്ചു പോരുന്നു. ആ ദൂരം ഏതാണ്? ബന്ധപ്പെട്ടു പോയി എന്ന് പറയും ദൂരം നമ്മുടെ കുഞ്ഞിന്റെ സ്മാർട്ട് ഫോണിൽ നിന്ന് വയ്യാണ്ട് തൈലം പുരട്ടി കിടക്കുന്ന അപ്പച്ചന്റെ മുറിയിലേക്കുള്ള ദൂരമാണ്. ആ മുറിയിൽ തൈലത്തിന്റെ ഗന്ധമുണ്ട് കേട്ടോ. പക്ഷെ അമ്മച്ചിമാര് മക്കളോട് പറ, ഇപ്പം ദന്നന്തരം കുഴമ്പിനൊന്നും പഴയ വാടയില്ല. ഉണ്ടോ? പ്രായമുള്ള ആരുടെ മുഖത്താണ് ഞാൻ നോക്കണ്ടേ? പഴയ വാടയുണ്ടോ? ഇല്ല. നിങ്ങൾ ഇനി എത്ര സീനിയർ ഹോർലിക്സ് കലക്കി കൊടുത്താലും മരുമക്കളെ, എത്ര ഓട്സ് പുഴുങ്ങി കൊടുത്താലും പ്രിയപ്പെട്ടവരെ, അമ്മച്ചിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, വന്നൊന്ന് കാല് തടവിയിരുന്നെങ്കിൽ, വന്നിരുന്നൊന്ന് വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ, നിന്റെ സ്മാർട്ട് ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട്, നിന്റെ ലാപ്പൊന്ന് അടച്ചു വെച്ചിട്ട് ആ കട്ടിലിൽ ചെന്നിരുന്ന് 2 കവിള് വർത്താനം പറഞ്ഞാൽ, അതാണ് മറിയത്തിന്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടുള്ള ദൂരം? മലനാട്ടിലേക്കുള്ള ദൂരം. അതാണ് മറിയം പ്രകാശം പരത്തുന്ന പെൺകുട്ടിയായി മാറുന്നത്. ഈ ദൂരം താണ്ടാൻ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ മർത്തോമാക്കാരെയൊന്നും വിളിക്കുന്നില്ല, കാരണം അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ രാത്രി ആ ദൂരം താണ്ടാൻ നമ്മുടെ വീടിനകത്ത് കൊച്ചിന്റെ മുറിയിൽ നിന്നും ആ മുറിയിലേക്കുള്ള ദൂരം താണ്ടാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ മക്കൾക്ക് ഇല്ല. ഇന്നലകളിലെ അവർ കൊണ്ട വെയിലാണ് നമ്മുടെ തണലെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും എന്തേ ഇല്ലാതെ പോയി.
ഇന്നലകളെ മറക്കുമോ? ഇന്നലകളെ മറക്കുന്നവർ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ മക്കൾക്ക്, അതോടെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊള്ളാം, ഇസ്രായേൽ മക്കൾക്ക് അവർ മറന്നുകൂടാത്ത 3 അപ്പം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ അപ്പം അവർ മിസ്രൈമിലായിരുന്നപ്പോൾ, പഴയ നിയമത്തിൻ്റെ അച്ഛനിവിടെ ഇരിപ്പുണ്ട്, മിസ്രൈമിലായിരുന്നപ്പോൾ മുറിച്ചു കിട്ടിയ അപ്പമാണ് അല്ലേ? അടിമകളായിരുന്നു അവർ 430 സംവത്സരം. മുറിച്ചു കിട്ടിയ അപ്പത്തിൻ്റെ പ്രത്യേകത എന്താ? ബാക്കി നിൽക്കുന്ന വിശപ്പിന്റെ പ്രതീകമാണ്. ഒരിക്കലും ഒരു അടിമയ്ക്ക് അപ്പം മുഴുവനായി കിട്ടില്ല അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം അപ്പം മുറിക്കേണ്ട ഗതികേടൊന്നുമില്ല. കൂടുതൽ കഴിച്ചിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്ന കുഴപ്പം മാത്രമേ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ അല്ലേ? ഇന്നിപ്പം നമുക്കറിയാമല്ലോ, ഒരു പട്ടിക്ക് വേണ്ടി 3 മനുഷ്യർ കൊല്ലപ്പെട്ട ദിവസമാണ്. വായിച്ചില്ലേ ഇന്നലെ? പത്രമൊന്നും വായിച്ചില്ലല്ലേ? ഒരാൾ 3 പേരെയാണ് കൊന്നത്. ആരോ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ആളുണ്ട്, 3 മനുഷ്യർ കൊല്ലപ്പെടുകയാണ്. പക്ഷെ മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയില്ല എന്ന് ആരോ എഴുതിയിരിക്കുന്നത് കണ്ടു. 3 പേരാണ് കൊല്ലപ്പെട്ടത്. പ്രിയപ്പെട്ടവർ, ഇന്ന് ബന്ധങ്ങളോ തിരിച്ചറിവില്ലാത്തൊരു തലമുറ വളർന്നു വരുമ്പോ ഇസ്രായേൽ മക്കൾക്ക് കടപ്പാടിന്റെ ഒരു പ്രശ്നമുണ്ട്. മുറിക്കപ്പെട്ട അപ്പം, മുറിച്ചു കിട്ടിയ അപ്പം, ബാക്കി നിൽക്കുന്ന വിശപ്പാണ്. അത് കഴിച്ചാണ് അവരെ പശി അടക്കിയത്. ക്വാണ്ടിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല. ആ അപ്പത്തിന് കൊള്ളായിരുന്നോ? ഇല്ല, കൊള്ളത്തില്ല. പഴയ കാലത്തൊക്കെ ഗൾഫിലൊക്കെ ജീവിച്ചവർക്കറിയാം പഴയ കുബൂസിന്റെ കനം അല്ലേ? അവര് 2ാമതൊരു അപ്പം ഉണ്ടായിരുന്നു. എപ്പോഴാണെന്നറിയാം? ഒരു വാരിക്കെട്ടി മിസ്രൈമിൽ നിന്ന് പോന്നപ്പോ പുറപ്പാട് 12 പുളിപ്പില്ലാത്ത അപ്പം. അതിനൊരു രുചിയില്ല അല്ലേ? പുളിപ്പില്ലാത്ത അപ്പത്തിന് എന്താ രുചി? കുഴച്ചു വെച്ച മാവ് പുളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ വിടുതലിന്റെ ആനന്ദത്തിൽ പുളിപ്പില്ലായ്മയുടെ അരുചിയെ അവർ മറന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി അല്ലേ? ആ പുളിപ്പില്ലാത്ത അപ്പം അവർ കഴിച്ചു. അത് 2ാമത്തെ അപ്പം. അതും ദൈവം കൊടുത്തരാ. അതിനകത്ത് വലിയ ക്വാളിറ്റി ഇല്ല. ആദ്യത്തെ അപ്പത്തിന് ക്വാണ്ടിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല. 2ാമത്തെ അപ്പത്തിന് ക്വാളിറ്റി ഇല്ല. 3ാമതൊരപ്പം ഉണ്ട്. പുറപ്പാട് 15 എത്തണം. തേൻകൂട്ടിയ ദോശയുടെ രുചിയുള്ള മന്ന. എന്നാ രുചിയായിരുന്നു! അധ്വാനിക്കണ്ട, കാത്തിരിക്കണ്ട, എല്ലാ ദിവസവും എഴുന്നേൽക്കുക, പറക്ക, കഴിക്കുക, പറക്ക, കഴിക്കുക അല്ലേ? എന്നാ അടിപൊളിയാണ്. 40 വർഷം അല്ലേ? ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. എന്നെ സുഖമായിരുന്നു അപ്പം, മന്ന. ഈ 3 അപ്പവും അവരുടെ ജീവിതത്തിന്റെ നടത്തിപ്പിന്റെ ഒരു പ്രോഗ്രഷനാണ്. ഒന്നുമില്ലായ്മയുടെ മുറിക്കപ്പെട്ട അപ്പത്തിൽ നിന്നും നടത്തിപ്പിന്റെ വിടുതലിന്റെ പുളിപ്പില്ലാത്ത അപ്പത്തിലൂടെ കൃപയുടെ മന്ന. എന്നാൽ സംഖ്യ 11 എത്തുമ്പോൾ 7ാം വാക്യത്തിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ബീഫ് ഫ്രൈ വേണമേ, ബീഫ് ഫ്രൈ വേണമേ. ഈ മന്നയല്ലാതെ, വെജിറ്റേറിയൻ അല്ലാതെ ഒരു പുല്ല് വിടില്ല. സംഖ്യ 11:7 വായിക്കണം. സത്യത്തിൽ നിങ്ങൾ പറ, വെണ്ണിക്കുളംകാർ പറ, അവർക്ക് വിശന്നിട്ടാണോ പറഞ്ഞേ? ഇഷ്ടം പോലെ പേർക്ക് കൊട്ടയ്ക്കകത്തിരിപ്പുണ്ട് ഏത് മന്ന. അത് വയറ് നിറച്ച് വെജിറ്റേറിയൻ കഴിക്കാം. പക്ഷേ അതുള്ളപ്പോഴാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഇതല്ലാതെ ഒന്നുമില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് നോൺ വെജ് ഇഷ്ടം പോലെ കിട്ടി. കാടപ്പക്ഷിയെ 3 മുഴ ഉയരത്തിൽ പറന്ന് കിട്ടി. ഇഷ്ടം പോലെ പെറുക്കി കുറെ ഉണക്കി, കുറെ ഫ്രൈ ആക്കി, കുറെ ഫ്രിഡ്ജില്ലല്ലോ, എല്ലാം കൂടെ പെറുക്കി ചവച്ചു. പക്ഷെ ഇറക്കാൻ പറ്റിയില്ല. ഇറച്ചി അവരുടെ പല്ലിനിടയിലിരിക്കുമ്പോൾ തന്നെ അല്ലേ ഒരു ബാധ അവരെ സംഹരിച്ചു. ഞാൻ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല. അവർ എന്തുകൊണ്ട് ഈ സെമിത്തേരി ഉണ്ടായി? കിബ്രത്ത് കത്തോവ. ഇന്നലെ മറന്നു കളയാത്ത ദൈവ നടത്തിപ്പിന്റെ മന്നായും 3 അപ്പങ്ങളുടെ കഥയുണ്ടായിരുന്നു. അത് മറന്നുകൊണ്ടാണ് ഇന്ന് ഇഷ്ടം പോലെ കിട്ടി. പക്ഷെ പിടിക്കാനും വെക്കാനും ഉണക്കാനും മസാല പുരട്ടാനും ചവയ്ക്കാനും പറ്റി, പക്ഷെ ഇറക്കാൻ പറ്റിയില്ല. ഞാനിനി പറയണ വാചകം ഇങ്ങനെയാണ്: അർഹമല്ലാത്ത എല്ലാ ആനന്ദങ്ങളുടെയും അങ്ങേയറ്റത്ത് മരണമാണ്. ശാന്തമായി ചിന്തിച്ചേ. അർഹമല്ലാത്ത എല്ലാ ആനന്ദങ്ങളുടെയും അങ്ങേയറ്റത്ത് മരണമാണ്. കുടുംബത്തിനകത്തായാലും പുറത്തായാലും നമുക്ക് ഈ യോഗ്യമല്ലാത്ത സുഖം അന്വേഷിച്ചാൽ അല്ലേ? ഇസ്രായേൽ മക്കളുടെ പ്രശ്നം അതാ. അവരുടെ വിശപ്പല്ല അവരുടെ പ്രശ്നം, ആർത്തിയാണ് അല്ലേ? ഞങ്ങൾക്ക് വെജിറ്റേറിയൻ അങ്ങോട്ട് ശരിയാവുന്നില്ല. നമുക്ക് ഈ വെജിറ്റേറിയൻ ഒട്ടും ശരിയാവുന്നില്ല എന്ന് തോന്നുന്ന എപ്പോഴാ? ദീർഘശ്വാസമൊക്കെ ഞാൻ കേൾക്കണുണ്ട്.
വലിയ നോമ്പൊക്കെ തുടങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് വെജിറ്റേറിയൻ അങ്ങോട്ട് ശരിയാവുന്നത്. ഇവർക്കും അങ്ങനെയാണ്. ഈ വെജിറ്റേറിയൻ ഉണ്ട്, പക്ഷെ വേണ്ട. പ്രിയപ്പെട്ടവരെ, അതിപരിചയം കൊണ്ട് ചിലതിനോടുള്ള പ്രിയം നഷ്ടപ്പെട്ടു പോകും. അത് മന്ന ഏറ്റവും പ്രിയപ്പെട്ടതാ. അതിപരിചയം കൊണ്ട് അവർക്ക് അതിനോട് പ്രിയം പോയി. നമ്മുടെ ജീവിതത്തിൽ ഭാര്യ ഒരു മന്നയാണെന്നാണ് പറഞ്ഞത്. ഞാൻ മായാണ് പറഞ്ഞത്, പായല്ല, മന്നയാണ്. ഭർത്താവ് ഒരു മന്നയാണ്, മക്കളൊരു മന്നയാണ്. കൂടെ ഉള്ളത് കൊണ്ട് പലപ്പോഴും നാം അതിൻ്റെ വില അറിയാതെ പോകുകയാണ്. ഒരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് സമയം ഇന്ന് പോകുന്ന മട്ടാണ്. മാധവിക്കുട്ടി എന്ന പഴയ എഴുത്തുകാരിയുടെ ഒരു കഥയുണ്ട്. പച്ചപ്പട്ടു സാരി 50കളിൽ എഴുതുകയാണ്, 1950കളിൽ. കഥ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? 7 വർഷം കഴിഞ്ഞൊരു കുടുംബമാണ്. ഭർത്താവ് ഓടിക്കിരച്ച് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും നേഴ്സ് അവളെ ഒരുക്കുകയായിരുന്നു. ക്യാൻസറിൻ്റെ ഓപ്പറേഷനാണ് ആ ഭാര്യയ്ക്ക്. ഭർത്താവ് ചെല്ലുമ്പോഴേക്കും നേഴ്സ് പച്ച ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കുകയാണ്. അപ്പോൾ ഒരുക്കുന്നതിനിടയിൽ വേഷമിട്ടിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, അവർക്കൊരു കൊച്ചുകുട്ടിയുണ്ട് വീട്ടിലാണ്, ചേട്ടൻ പോരുന്നപ്പോൾ ബേബി ഉണർന്നിരുന്നോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇല്ല, അവൾ ചെരിഞ്ഞുറങ്ങുകയായിരുന്നു. അപ്പൊ ഈ കുഞ്ഞ് തൊട്ടിലിൽ ചെരിഞ്ഞുറങ്ങുന്നതിന്റെ ഭംഗി അമ്മമാർക്കറിയാവുന്നുള്ള ആർക്കാണ് അറിയാവുന്നതല്ലേ? അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട്, എൻ്റെ ബേബി വളരുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അയാൾ പറഞ്ഞു, നീ അങ്ങനെയൊന്നും പറയരുത്, നീ മരിക്കില്ല, സത്യമാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് എനിക്കൊരു പച്ച പട്ടുസാരി വേണമെന്ന്. അയാൾ അപ്പോൾ ഇത് കുറ്റബോധത്തോടെ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ 7 വർഷമായിട്ടത് വാങ്ങിക്കൊടുത്തിട്ടില്ല. അന്നത്തെ 50കളിലെ കഥയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നമുക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ അയാൾ പറയുന്നു, നിശ്ചയമായിട്ടും ഞാൻ നിനക്ക് ആ സാരി വാങ്ങിത്തരാം. അപ്പം നേഴ്സ് വന്ന് ഒപ്പിടിപ്പിക്കുമ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, പരിഭ്രമിക്കണ്ട, കുഴപ്പമില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല, ഞാൻ ആ പട്ടുസാരിയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അയാൾ പറയുന്നുണ്ട്, നീ ഒന്നും ചിന്തിക്കണ്ട, ശാന്തമായിരിക്കൂ. സ്ട്രെച്ചറിൽ അവളെ OTയിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ അവസാനമായി അയാളെ തിരിഞ്ഞു നോക്കി എന്ന് കഥാകാരി എഴുതിയിരിക്കുന്നതിൽ അറിയാം, അവൾ പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ല. കഥ അവിടെ അവസാനിക്കുന്നു. കഥയുടെ ആദ്യ പകുതി മാത്രമേ നാം കേട്ടിട്ടുള്ളൂ. കഥയുടെ 2ാം പകുതി സംഭവിക്കുന്നത് വായനക്കാരൻ്റെ നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിലൊരു നേർത്ത വിഷാദം പൊതിയുന്നുണ്ട് അതൊക്കെ വായിക്കുമ്പോൾ. സത്യത്തിൽ കഴിഞ്ഞ 7 വർഷമായി അത് വാങ്ങിക്കൊടുക്കാമായിരുന്നു. നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ്. കുടുംബമായി ജീവിക്കുന്നു, കൂടെ ഉള്ളത് കൊണ്ട് പലപ്പോഴും വില അറിയുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും പല സ്ത്രീകളും തല ഉലുക്കുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളപ്പോ സാരി വല്ലതും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, കൊടുത്തേക്കണം, അല്ലേ? മാധവിക്കുട്ടിയുടെ പഴയ കഥ പച്ചപ്പട്ടു സാരി, അല്ലേ? 7 വർഷമായൊരു ദമ്പതികളുടെ മരിച്ചു എന്നൊന്നും കഥ എഴുതുന്നില്ല. അവൾ അവസാനമായി അയാളെ തിരിഞ്ഞു നോക്കി എന്ന് എഴുതിയിരിക്കുമ്പോൾ അവൾ മരണപ്പെടുകയാണെന്ന് വായനക്കാരൻ ഊഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, എവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രാർത്ഥിച്ചു. അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിത പങ്കാളിയെ കിട്ടിയില്ല, ദൈവത്തിന് നന്ദി പറയാൻ. എൻ്റെ പ്രിയപ്പെട്ടൊരു ദൈവത്തിന് നന്ദി പറ. എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മന്നയാണ് എൻ്റെ ഭാര്യ, എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മന്നയാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ മടിയിലേക്ക് വെച്ചൊന്ന് മന്നയാണ് ഈ കുഞ്ഞുങ്ങൾ. ഈ മക്കളെ തന്നെ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ വെണ്ണിക്കുളം മാർത്തോമ പള്ളിയുടെ ഉള്ളിൽ ഉപവാസം ഇരുന്നിട്ടില്ലല്ലോ, ഇല്ല, ചോദിക്കാതെ തന്നതാണ്. അല്ലെങ്കിൽ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആസൂത്രണം ചെയ്തതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ കൃപ. ആസൂത്രണം ചെയ്തിട്ട് പലതും പാളിപ്പോയിട്ടുണ്ടാകാം. നമ്മൾ ആസൂത്രണം ചെയ്യാതെ തമ്പുരാൻ ഇടപെട്ട ചിലതൊക്കെയാണ് നമ്മുടെ കൃപ, അല്ലേ? അതുകൊണ്ട് ഇന്നലകളെ മറക്കാതെ, കൂടെയുള്ള സ്നേഹത്തെ മറക്കാതെ, കൂടെയുള്ള ദൈവത്തെ മറക്കാതെ മുന്നോട്ട് പോകാമോ? വലശൂന്യമാകാതെ ഇരിക്കുമെന്നുള്ളതാണ്. എന്തുകൊണ്ട്? ആ വള്ളം നമ്മളോട് പറയാണ്, ഇന്നലകളെ മറക്കുന്നവന്റെ വല ശൂന്യം. 2ാമത്തെ ഉത്തരം, എന്തുകൊണ്ട് ഈ വള്ളം ഈ പ്രഭാതത്തിൽ ശൂന്യമായി എന്ന ചോദ്യത്തിന്റെ 2ാമത്തെ ഉത്തരം, ക്രമീകൃതമായതിൽ നിന്നോ
പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ വല ശൂന്യം. ഞാൻ ഒന്നുകൂടെ പറയാം. ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ, റിട്ടേൺ ഫ്രം ഓർഡർ ടു പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ, ഈ പത്രോസും ബാക്കി ശിഷ്യന്മാരും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 3 വർഷം മുമ്പ് വരെ ഇവരെ ആരറിയുമായിരുന്നു? ഇവർക്ക് ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു, ആധാർ കാർഡ് ഉണ്ടായിരുന്നു, റേഷൻ കാർഡ് ഉണ്ടായിരുന്നു, ഒന്നുമില്ല. ഭൂപടത്തിന്റെ വിളുമ്പാണ് കടൽ എന്ന് പറയാറുണ്ട്. അപ്പൊ കടൽ തീരത്ത് വാലും ചേലും ഇല്ലാതെ ജീവിച്ചിരുന്ന കുറേ പാവപ്പെട്ട മുക്കുവർ, അവരെയാണ് തമ്പുരാൻ വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അപ്പോസ്തോലികത്വത്തിന്റെ കമനീയ കാന്തി കൊടുത്ത കൃപയുടെ കൂട്ടാളികളാക്കി പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടാൻ വേണ്ടി വിളിച്ച് ക്രമീകൃതമല്ലാത്ത കുറെ മനുഷ്യരെ ദൈവം ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. അവർക്കൊരു ജീവിതം, ഒരു കൃത്യത, ഒരു താളം കൊടുത്ത ദൈവത്തെ മറന്നിട്ടാണ് ഈ രാത്രി അവർ പഴയ പണിക്ക് പോകണത്. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എൻ്റെ പഴയ പണിക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് അവരുടെ വല ശൂന്യമായത്. നമ്മുടെയും പ്രശ്നം, ചില നേരത്ത് നമ്മൾ പഴയ പണിക്ക് പോകും അല്ലേ? വല്ലാത്തൊരു വചനമുണ്ട്, എബ്രായർ 12:1. അതിനകത്ത് ഒരു വാക്ക് വെണ്ണിക്കുളത്തേക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. അതിനകത്ത് ഏത് വാക്കാ നമുക്കുള്ളതെന്നറിയാം? ഒന്നുകൂടെ വചനം പറയാം ഞാൻ. എബ്രായർ 12:1. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാവുന്നു. നമുക്കുള്ള വാക്ക് ഏതാ? ഗായക സംഘക്കാർ പറ, അവരാണല്ലോ. വല്ലപ്പോഴും. അച്ചോ എന്നുമില്ല അച്ചോ, വല്ലപ്പോഴും ഒരു ചെറുത്. വല്ലപ്പോഴും വൈകുന്നേരം അവർ നിർബന്ധിക്കുമ്പം മാത്രം, അത്രേ ഉള്ളൂ, വല്ലപ്പോഴേ ഉള്ളൂ. അതായത് ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന ആര് സ്ഥിരം ഒഴുകി പോകുന്നവരില്ല? ഉണ്ടോ? നമ്മളൊക്കെ ഒഴുകി പോകുന്നവരെപ്പോഴാ അല്ലേ? നമ്മൾ നമ്മുടെ പാപത്തെ ന്യായീകരിക്കുന്നത് എങ്ങനെയാ? ഈ വെണ്ണിക്കുളം ഭാഗത്തുള്ള ഏറ്റവും വലിയ പാപിയെ നമ്മൾ മനസ്സിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായി മദ്യപിക്കുന്നയാളെ, അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ട് നടക്കുന്ന ആളെ, എന്നിട്ട് നമ്മുടെ മനസ്സിൽ അത് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയും, പുള്ളിയുടെ അത്രയും ഞാൻ കഴിക്കുന്നില്ലല്ലോ. പോയോ? ഇവിടെ ഉണ്ടോ? നിങ്ങളുടെ കാര്യമല്ല, ഞാൻ എന്നെ രൂക്ഷമായി നോക്കുന്നു. ഏതായാലും 2 വർഷമായി, അടുത്ത വർഷം ഇല്ല അല്ലേ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ പാപിയെ നമ്മൾ വെണ്ണിക്കുളത്ത് നമ്മുടെ മനസ്സ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പുള്ളിയായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയും, പുള്ളി വെള്ളം അടിച്ചിട്ട് വീട്ടിൽ ഭാര്യ തൊഴിക്കുന്നുണ്ട്, തല്ലുന്നുണ്ട്, ഭരതനാട്യം കളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അത്രയൊന്നും ഇല്ലല്ലോ, അടിച്ചാൽ അടങ്ങി ഒതുങ്ങി കിടക്കുമല്ലോ അല്ലേ? നമ്മൾ നമ്മുടെ പാപത്തെ ന്യായീകരിക്കുന്നത് പാപത്തിന്റെ ഗ്രാവിറ്റിയെ, ഡെൻസിറ്റിയെ നമ്മളിൽ തന്നെ ന്യൂട്രലൈസ് ചെയ്തിട്ടാ. പക്ഷെ നിന്റെ പാപം, അതിന്റെ സാന്ദ്രത അളക്കുന്നത് നീയല്ല, ദൈവം. മദ്യപാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു വാക്ക്, ഒരു വരി, ഫസ്റ്റ് പെഗ് ഈസ് ദ ഡേഞ്ചറസ് പെഗ് എന്നാണ്. ഇവിടെ മദ്യപാനികളില്ലാത്തതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ ആർക്കോ വേണ്ടി പറഞ്ഞതാ. ഫസ്റ്റ് പെഗ് ഈസ് ദ ഡേഞ്ചറസ് പെഗ്. അവിടെയാണ് അപകടം. വല്ലപ്പോഴും, അതെ, ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക് നമ്മൾക്കും ചില സമയത്ത് 1000 നരകങ്ങൾ ഉള്ളിൽ ചുമക്കുമ്പോഴും സ്വർഗം കിനാവ് കണ്ടോണ്ടല്ലേ കസര ഇരിക്കണേ, ഇവിടെ നിൽക്കുന്നേ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? 1000 നരകങ്ങൾ ഉള്ളിൽ ചുമക്കുമ്പോഴും, വ്യക്തിപരമായ രഹസ്യ ജീവിതത്തിൽ 1000 നരകങ്ങൾ ചുമക്കുമ്പോഴും നമ്മൾ എന്തുവാ സ്വപ്നം കാണുന്നത്? സ്വർഗം. ക്രമീകൃതമായതിൽ നിന്ന് കഴിഞ്ഞ 3 വർഷം വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു. പക്ഷെ ഇന്ന് രാത്രി അവർ പഴയ പണിയിലേക്ക്.
എലീശ കാളയെ വിട്ട് ആരുടെ പുറകെ ഓടി? ഏലിയാവിൻ്റെ പുറകെ. നിങ്ങൾക്ക് പറയാമോ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിലുണ്ട്, 19-ാം അധ്യായത്തിലുണ്ട്, ഏലീശ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ജ്വലിച്ച് ആ പറമ്പിൽ നിന്ന്, ആ ഏലായിൽ നിന്ന്, വയലിൽ നിന്ന് ഏലിയാവിൻ്റെ പുറകെ ഓടിയപ്പോൾ എന്നെ അവസാനമായിട്ട് ചെയ്തെന്നറിയാം. ഭാര്യയ്ക്ക് ഫോൺ ചെയ്തോടി, ഞാൻ പോവാണ്, നീ എന്നെ നോക്കണ്ട. ആണോ? അല്ല. ആ കാളകളെ കൊന്ന് യാഗം അർപ്പിച്ചു. ആർക്ക്? 1-2 കാളയല്ല, 12 ജോഡി കാളകൾ എന്നാ കേട്ടത്. അതല്ല എൻ്റെ വിഷയം. ഈ കാളയെ യാഗം അർപ്പിക്കാൻ ഏലീശ എന്തു വിറകാണ് ഉപയോഗിച്ചതെന്നറിയാം? പറ, ആരോ പറഞ്ഞു? കലപ്പ. ഗോഫർ മരത്തിന്റെ മുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു, ദേവദാരു മരത്തിന്റെ ഉണങ്ങി ചില്ലകൾ ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തില്ല. ഈ കലപ്പ വെട്ടി കീറി. എന്തിനാണ് കലപ്പ കൊണ്ട് യാഗം അർപ്പിച്ചത്? ഈ കാളയെ ഇവിടെ കെട്ടിയാൽ, ഈ കലപ്പ ഇവിടെ വെച്ചിരുന്നാൽ, കുറെ നാൾ കഴിയുമ്പോൾ എനിക്കൊരു പിന്മാറ്റം ഉണ്ടായാൽ, ഈ കലപ്പ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യും? പറയൂ, ഞാൻ എൻ്റെ പഴയ പണിക്ക് പോവും. അതുകൊണ്ട് ഈ കലപ്പ ഇവിടെ ഇനി ഇരുന്നുകൂടാ, ഈ കാള ഇനി ശേഷിച്ചുകൂടാ. എല്ലാ പാപ സാഹചര്യങ്ങളെ തിരിഞ്ഞു പോകാനുള്ള എല്ലാത്തിനെയും നിന്റെ മൊബൈലിനകത്ത് ചില നമ്പർ ഇപ്പോഴും ഇട്ടിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? അതങ്ങ് ഡിലേറ്റ് ചെയ്യണം. വിളിക്കുന്നില്ല, പക്ഷേ ആരോട്? പ്രായമുള്ളവരോട് ഇനി പറയണം. എന്തിനാണ്? നിങ്ങളല്ല പ്രായമുള്ളവർ, ഞാൻ ഇവിടെ പറഞ്ഞു, എന്നെ ഒന്നും പറയരുത്, നിങ്ങൾ ചെറുപ്പക്കാരാണ്. ചില നമ്പർ അവിടെ കിടപ്പുണ്ട്, ആ നമ്പർ അവിടെ കടന്നുകൂടാ, ഡിലേറ്റ് ചെയ്യണം. വിളിക്കത്തില്ലെന്ന് തീരുമാനിച്ചതാ, പക്ഷെ ചില സമയത്ത് മനുഷ്യൻ ദുർബലനാ. ചിലതിലോട്ട് മെസ്സേജ് അയക്കത്തില്ല, ചില സൈറ്റിലേക്ക് വിരൽ പോകത്തില്ല. ചെറുപ്പക്കാരാ, അതങ്ങ് ഡിലീറ്റ് ചെയ്ത ആളാ. മനുഷ്യൻ ബലഹീനനാ. ഈ കലപ്പ ഇവിടെ ഇനി ഇരുന്നുകൂടാ. നമ്മൾ ചില സമയത്ത് തിരിഞ്ഞു പോകുന്നത്, ചിലത് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു സാധനം ഡിലീറ്റ് ചെയ്യുമ്പോൾ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ചോദിക്കും, നിങ്ങൾ ഇപ്പോഴേ പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ അതോ ട്രാഷിൽ അപ്പുറത്ത് കൊണ്ട് ഇട്ടേക്കട്ടോ? നമ്മൾ പറയും പെർമനൻ്റായിട്ട് വേണ്ട, അവിടെ ഇട്ടേരെ, അല്ലേ? നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് പലത് എവിടെ കിടപ്പുണ്ട്? റീസൈക്കിൾ ബിന്നിലോ മൂവ് ടു ട്രാഷ് അവിടെയൊക്കെ കിടപ്പുണ്ട്. ഈ കലപ്പ ആര് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്തു? എലീശ. കാരണം ഇനി ഒരിക്കൽ പ്രാകൃതമായതിലേക്ക് പോകാൻ പാടില്ല. പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോഴെല്ലാം ദുരന്തമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങിയില്ലേ, ആരുടെ കൂടെ? 7 എണ്ണത്തിൻ്റെ കൂടെ. ആ മുറിയുടെ മൂലയ്ക്ക് ഈ വല പന്ത് പോലെ ഉരുട്ടി വെച്ചുകൂടാ. അത് കണ്ടതുകൊണ്ടാണ് ആർക്ക് മോഹം ഉണ്ടായത്? പത്രോസിന്. അന്നാ മീൻ പിടിച്ചേക്കാൻ പോയേക്കാം, ബോറടി മാറ്റാമല്ലോ. നമ്മൾ പലതും തീരുമാനമെടുക്കും. എഴുത്തച്ഛൻ പാടിയതുപോലെ, അന്നന്ന് തുടങ്ങിയും അന്നന്ന് മുടങ്ങിയും പിന്നെയും അതിനാരംഭിച്ചു മൂഢൻ. നമ്മൾ പല കാര്യങ്ങളും വേണ്ടാന്ന് വയ്ക്കുന്നത് തന്നെ പിന്നെ തിരിച്ചു പിടിക്കും. നമ്മുടെ തീരുമാനങ്ങൾക്ക് ബലമില്ല. എന്തുകൊണ്ട്? ജീവിതത്തിൽ രഹസ്യ സ്വഭാവങ്ങളിൽ നമുക്കിപ്പോഴും ആ പഴയത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നീ എത്ര ആരാധിച്ചിട്ടും അനുഗ്രഹിക്കപ്പെടാതെ കിടക്കുന്നത്. ആരാധനയുടെ തലത്തിലൊക്കെയാ, എന്നാൽ രഹസ്യ തലത്തിൽ ഈ പത്രോസിൽ തന്നെ ഈ ക്രമീകൃത മനുഷ്യനും ഉണ്ട്, പ്രാകൃത മനുഷ്യനും ഉണ്ട്. ഓർഡേർഡും ആണ്, പ്രിമിറ്റീവും ആണ്. ഈ പത്രോസ് എപ്പ പ്രാകൃത മനുഷ്യനാകുന്നോ അപ്പ കർത്താവ് പത്രോസിനെ വിളിക്കുന്ന പേര് ശിമോനെ. എന്താ? സൈമൺ, ആർ യു അസ്ലീപ്? ഉറങ്ങാണോടാ? ഇവിടെ അല്ല. സൈമൺ, ആർ യു അസ്ലീപ്? ഉറങ്ങുകയാണോ? അല്പവിശ്വാസിയെ, ശിമോനെ എന്ന് പറഞ്ഞാൽ സൈമൺ, ഷീമോൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാങ്ങണ, വഴുതുന്നത് എന്നാണ്.
ഈ പുള്ളി ഒഴുക്ക പരുവം കാണിക്കുമ്പോഴെല്ലാം കർത്താവ് വിളിക്കുന്ന പേരെന്താ? ശിമോൻ. അത് പ്രാകൃതനാണ്. എപ്പോഴും ഉറപ്പുള്ളവനായിരിക്കുന്നു. അപ്പൊ പത്രോസിനെ വിളിക്കും, പത്രോസേ നീ പറയാ, പത്രോസേ ഓർഡറാ, അല്ലേ? ഈ നമ്മുടെ എല്ലാ അകത്ത് ശീമോനും ഉണ്ട്, മറുഭാഗത്ത് ആരും ഉണ്ട്? പത്രോസും ഉണ്ട്. ഇത് രണ്ടും ഉണ്ട്, അല്ലേ? ഒരു സൈഡിൽ നമ്മൾ സ്കൂളിലൊരു കവിത പഠിച്ചിട്ടില്ലേ? എന്താണ്? കനകച്ചീലങ്ക കിലുങ്ങി, ഇല്ല, ആരണ്ടൊക്കെ കുലുങ്ങുന്നുണ്ട് തല, അന്നേരം കിലുങ്ങി എന്നാണ് പഠിച്ചിട്ടുണ്ടോ? കുലുങ്ങുമ്പോൾ അറിയാമല്ലോ കിലുങ്ങിയത് പഠിച്ചിട്ടുണ്ടോ, അല്ലേ? അത് സ്കൂളിൽ പഠിച്ച കവിതയാണ്. അതിൻ്റെ ഒരു ഭാഗം എങ്ങനെയാണ്? ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പകുതി നിഴലും നിലാവും ഒക്കെ ആയിട്ട് തെളിഞ്ഞു കിടക്കുക, മറുപകുതിയിലോ ആർക്കറിയാം, എല്ലാം CBSE ആണെന്ന് തോന്നല്ലോ. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും. പ്രാകൃത മനുഷ്യൻ. നമ്മുടെ എല്ലാ ഉള്ളിൽ ഈ സ്ലിപ്പിംഗ് ക്യാരക്ടർ ഉണ്ട്. ഒരു സൈഡിൽ ശീമോനും ഒരു സൈഡിൽ ഈ കസേരയിലിരിക്കുമ്പോൾ, ഇവിടെ നിൽക്കുമ്പോൾ നമ്മളൊക്കെ പത്രോസാണ്. ചിലപ്പോഴങ്ങ് മാറും. പക്ഷെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് എവിടെ വരെ പത്രോസായിരിക്കണമെന്ന്? അവസാന ശ്വാസം വരെ. കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെ ഞങ്ങൾ ഈ വൃത്തികെട്ട പാട്ടൊന്നും സന്ധ്യയ്ക്ക് പാടത്തില്ല, ശക്തമായിട്ട് പാട്. കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. അവസാനത്തോളം. കർത്താവെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകുന്നുണ്ട്. രണ്ട് കാര്യങ്ങളായി വലശൂന്യമായി കിടക്കാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ വല, നമ്മുടെ മക്കളുടെ ജീവിതം. ചില വീടുകളിൽ നിന്നും അനുഗ്രഹിക്കപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണം ചില ഗുരുത്വത്തിൻ്റെ കേടാണ്. മറന്നുകൂടാത്ത ചിലതൊക്കെ ഉണ്ട്. ആരുടെയൊക്കെ നെടുവീർപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് കിടപ്പുണ്ട്. ആരുടെയൊക്കെ കണ്ണീരിൻ്റെ നനവ് നമ്മുടെ ജീവിതത്തിനകത്ത് കിടപ്പുണ്ട്. രണ്ടാമത്തെ കാരണം, ചില സമയത്ത് നമ്മൾ പ്രാകൃതരാ. ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് പോയാൽ വലശൂന്യം. നമ്മൾ ഓക്കെ ആണെങ്കിലും ചില സമയത്ത് നമ്മൾ വേറെയാ. ചില സമയത്ത് നമ്മൾ വീട്ടിൽ പറയാറില്ലേ, നീ എൻ്റെ ഒരു മുഖം മാത്രമേ. എന്താണ് മിണ്ടാത്തത്? എൻ്റെ തനി സ്വഭാവം മലർന്നു കിടന്ന് തുപ്പുകാരൻ ഞങ്ങളുടെ ആ നാട്ടിൽ പറയും. എൻ്റെ സാമച്ചൻ്റെയൊക്കെ നാട് ഏതാണ്ട് ഒരേ നാടാണ്. നമ്മൾ തന്നെ പറയുകയാണ് എൻ്റെ ഒരു മുഖമേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി മുഖമുണ്ട്, ഞാൻ വെറും വൃത്തികെട്ടവനാണ്. അതാണ് എൻ്റെ അർത്ഥം. എൻ്റെ സ്വഭാവം നിനക്ക് മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ വൃത്തികെട്ട സ്വഭാവം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മലർന്നു കിടന്ന് തുപ്പുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഒന്നും പറയരുത്. പുള്ളി തന്നെയാണ് പുള്ളിക്കുള്ള വടി വെട്ടിയേക്കണല്ലേ. രണ്ടാമതൊരു ചോദ്യമുണ്ട്. ഒന്ന് എന്തുകൊണ്ട്, രണ്ട് എന്നിട്ടും. അതൊരു ചോദ്യമാണ്. എന്നിട്ടും ക്വസ്റ്റ്യൻ മാർക്ക്. ഈ രാത്രി മുഴുവൻ ഒന്നും കിട്ടാതിരുന്നിട്ടും അവരെന്തിനീ പടകൽ തുടർന്നു? മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ ബിജു സഹോദരൻ കണ്ടതല്ലേ? 9 മണിയായപ്പോൾ ഈ വള്ളം വടക്കോട്ട് പോകുന്നവർ കണ്ടതല്ലേ? കണ്ടതാണ്. ഗായക സംഘത്തിലെ ആൻറ്റി ഒരു 11 മണിയായപ്പോൾ ഈ 7 എണ്ണം കൂടെ തെക്കോട്ട് പോകുന്ന കണ്ടതല്ലേ? കണ്ടതാണ്. 12 മണിയായപ്പോൾ പിന്നെയും വടക്കോട്ട് പോയി. പക്ഷെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഇത്ര മിടുക്കരായിട്ടും കിട്ടിയില്ല. പക്ഷെ എന്നിട്ടും രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ വിശന്നാണ്, 12 മണി കഴിഞ്ഞപ്പോൾ തണുത്തറാണ്, 2 മണി കഴിഞ്ഞപ്പോൾ കിടുങ്ങിയതാണ്. എന്നിട്ടും അവർ പറയുകയാണ് ഇനിയും ശ്രമിക്കാം, നേരം പരവരാ വെളുക്കുന്നത് വരെ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? നിർത്തിയനെ. പക്ഷെ ഇവരെന്നിട്ടും എന്തിനാണ് ഈ പടകൽ തുടർന്നത്? അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്നിട്ടും ഉത്തരം എന്താണെന്നറിയാം? ആ വചനത്തിന്റെ 2-ാം ഭാഗമാണ്. 1-ാം ഭാഗം ഇതാണ്, ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. 2-ാം ഭാഗം, പുലർച്ചെയായപ്പോൾ യേശു
കരയിൽ നിന്ന്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം. എന്ന് പറഞ്ഞാൽ ഇരുളാർന്ന രാത്രിക്കപ്പുറം ഒരു പുലരിയുടെ ശോഭയുണ്ട്. ബിയോണ്ട് ദ ഡാർക്ക് നൈറ്റ് ദർ ഈസ് ദ ഗ്ലോ ഓഫ് ഡോൺ. ഈ രാത്രിയും കടന്നു പോകും. ഇന്ന് രാത്രി ആത്മാവിൻ്റെ പാതിരാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നവരുണ്ടാകാം. ചില രോഗത്തിൻ്റെ ഇരുട്ടിൽ കൂടെ പോകുന്നവർ, ചില വേദനയുടെ ഇരുട്ടിൽ കൂടെ പോണവർ, ചില കടഭാരത്തിൻ്റെ ഇരുട്ടിൽ. നമ്മളൊക്കെ എത്ര ശ്രമിച്ചിട്ടും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. പക്ഷെ എന്നിട്ടും എന്തിന് സഹനത്തിന്റെ തീച്ചൂളകൾ? എന്നിട്ടും നീ എന്തിനീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കണം? എന്നിട്ടും നീ എന്തിന് ആത്മഹത്യ ചെയ്യാതിരിക്കണം? എന്നിട്ടും നീ എന്തിന് ജീവിക്കണം? എന്നിട്ടും നീ എന്തിന് കൂടെ നിൽക്കണം? ഒറ്റ ഉത്തരേ ഉള്ളൂ. ഈ രാത്രി അവസാനിക്കില്ലായിരിക്കാം ഉടനെ, പക്ഷേ എന്നെങ്കിലും ഈ രാത്രിക്കൊരു അവസാനമുണ്ട്. ഇരുളാർന്ന രാത്രിക്കപ്പുറം. അതാണ് അതിൻ്റെ ഉത്തരം. വചനത്തിന്റെ 2-ാം ഭാഗം. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ഒരു രാത്രിയുടെ നിരാശയുടെ ശീതക്കാറ്റിന് മീതെ കരയിൽ കാത്തു നിൽക്കുന്നൊരു കർത്താവുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നമുക്കും പറയാം, കർത്താവെ, ഈ പന്തലിൻ കീഴെ ഈ വെളിച്ചത്തിൽ ഇരിക്കുമ്പോൾ പോലും എൻ്റെ ജീവിതത്തിലെ ചില രാത്രികളുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിലെ ചില ഇരുട്ടുകളുണ്ടല്ലോ, എന്നോട് വേറെ ആരും പറയണ്ട, ഞാൻ എന്നോട് തന്നെ പറയാ, ബിയോണ്ട് ദ ഡാർക്ക് നൈറ്റ് ദർ ഈസ് ദ ഗ്ലോ ഓഫ് ഡോൺ. ഈ രാത്രിക്കപ്പുറം എനിക്കൊരു കർത്താവുണ്ട്. അവിടെ ഒരു വേർഷനിൽ, ഇംഗ്ലീഷ് ബൈബിളിൻ്റെ ഒരു വേർഷനിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല, പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു പദമുണ്ട്, ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം. എന്താണ്? നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട കാര്യമാണ്, അതിനുശേഷം. ഏതിനു ശേഷം? ഈ ഇപ്പോഴുള്ള വേദനയ്ക്ക് ശേഷം, ഇപ്പോഴുള്ള രോഗത്തിന് ശേഷം, ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് ശേഷം, ഇപ്പോഴുള്ള എന്ത് പ്രയാസമായിക്കൊള്ളട്ടെ, ഞാൻ എന്നോട് തന്നെ പറയാ, ഇതിന് ശേഷം വിശ്വാസത്തോടെ അതൊന്ന് ധ്യാനിച്ച്, ഇതിന് ശേഷം അതെന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കത് അറിയാൻ പാടില്ല, പക്ഷെ ഇപ്പൊ പറയണം, ഉള്ളിൽ പറയണം, ഇതിന് ശേഷം ഒരു പുലരിയുണ്ട്, നമുക്കായിട്ടുദിക്കുന്നൊരു സൂര്യനുണ്ട്. മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ മോശയോട് പറഞ്ഞു, മോനെ, ആ മരക്കൊമ്പ് വെട്ടി വെള്ളത്തിലിടുക. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ആ മരക്കൊമ്പ് വെട്ടാൻ മോശ ഓട്ടോറിക്ഷ പിടിച്ചോ? ഒട്ടകത്തിന്റെ പുറത്ത് കയറിയോ? കഴുതയുടെ പുറത്ത് കയറിയോ? ഇല്ല. എവിടെയാണോ മാറായുടെ കയ്പ്, അതിൻ്റെ കയ്യെത്തും ദൂരത്തായിരുന്നു എന്ത്? മരക്കൊമ്പ്. ഇത്രയേ ഉള്ളൂ. എവിടെയാണോ നമ്മുടെ സഹനങ്ങൾ, എവിടെയാണോ നമ്മുടെ അപമാനങ്ങൾ, എവിടെയാണോ നമ്മുടെ വേദനകൾ, അതിനോട് ചേർന്ന് തന്നെ എന്തു ഇരിപ്പുണ്ട്? കൃപയുണ്ട്. പക്ഷേ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാകാം. ആഫ്റ്റർ ദാറ്റ്. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം, കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ആ പാട്ട് മുഴുവൻ പറയുന്നൊരു വാക്കാണ് അപ്പുറം, അപ്പുറം, അപ്പുറം. ആഫ്റ്റർ ദാറ്റ്, ഇതിനും അപ്പുറം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം, കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും. എനിക്ക് പറയാനൊരു കാര്യമുണ്ടേ. വെളുപ്പിനവരൊരു വിശന്നു വലഞ്ഞ് നിരാശയ്ക്ക് വരുമ്പോൾ തീരത്ത് നിൽക്കുന്ന കർത്താവ് അവരെ വിളിച്ചത് എന്തെന്നറിയാം? കുഞ്ഞുങ്ങളെ. ഓ, എന്നാ വാക്കാ! വാത്സല്യം കിനിയുന്ന വാക്കല്ലേ, തേൻതുള്ളികൾ അടരുന്ന വാക്കല്ലേ, കൃപ പൊട്ടി ഒഴുകുന്ന വാക്കല്ലേ. കുഞ്ഞുങ്ങളെ. ആര് വിളിക്കും ഇങ്ങനെ? അല്ലേ? നമ്മളൊക്കെ വിജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ മക്കളെന്ന് വിളിക്കാൻ ആളുണ്ടാവും. പരാജയങ്ങളുടെ തീരത്ത്, അല്ലേ, ഫുൾ A+ആയിട്ട് വരികയാണെങ്കിൽ മമ്മ വിളിക്കും, മോളെ കയറി വാടി, നൂഡിൽസ് ഉണ്ടാക്കാൻ പോടി, കയറി വാടി. ഫുൾ A1 കയറി വരും, പപ്പ വിളിക്കും, മോനെ ഇന്നുമായിട്ട് നമുക്ക് പുറത്തു പോകണം, മോനെ വാടാ, അല്ലേ. 4 C+, 2 സപ്ലി ആയിട്ട് വരുമ്പോൾ മോളെ വന്നാട്ടെ, ഇരുന്നാട്ടെ. ഇരിക്കുന്ന ഏതെങ്കിലും മമ്മിമാര് വിളിക്കുമോ? ഇല്ല. ഫുള്ള് സപ്ലി അടിച്ച് വരുക 7 എണ്ണം, ഒരൊറ്റ വിഷയത്തിന് ജയിച്ചിട്ടില്ലേ വെളുപ്പിന്. അവരെയാണ് വിളിക്കുന്നത് മക്കളെ.
അങ്ങനെ വിളിക്കാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാ? നമ്മുടെ കർത്താവ്. നമ്മുടെ പരാജയങ്ങളുടെ തീരത്ത് ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ചാൽ ഗാലറി എഴുന്നേറ്റ് നിൽക്കും. ഡക്കിന് ഔട്ടായാൽ ആരും ഉണ്ടാവില്ല. വലകൾ നിറഞ്ഞാൽ അനേകര് വരും. പക്ഷെ വല ശൂന്യമായാൽ അവിടെയാണ് ആ വചനം പറയുക, മക്കളെ സകല വിശപ്പും ക്ഷീണവും അവിടെ മാറുക. തവിട് കിട്ടാത്തവന് വേണ്ടി തടിപ്പിച്ച കാളക്കുട്ടി അല്ലേ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ധൂർത്തപുത്രന്റെ കഥയിൽ. തടിപ്പിച്ച കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ 2 കിലോ ഒക്കെ 1.5 കിലോ പുളിയിരിപ്പൊടിയൊക്കെ എക്സ്ട്രാ എന്നും കൊടുത്ത കാളക്കുട്ടി. തോറ്റുപോയൊരു ചെറുക്കനുണ്ട്, അവൻ വരും അല്ലേ. അവൻ ഒരിക്കൽ വന്നപ്പോ അവൻ എന്നാക്കിയ കൊടുത്ത അപ്പൻ? ആർക്കറിയാം? മോതിരം, ചെരുപ്പ്, നല്ല വസ്ത്രം എല്ലാം കൊടുത്തല്ലേ. ഈ മോതിരം എന്നൊക്കെ പറയുന്നത് അവൻ പോയപ്പോൾ അവൻ്റെ കൈയുടെ വിരൽ ഇത്ര ഇല്ല. അപ്പം പിറ്റേ വർഷം 1.5 പവൻ്റെ പണിഞ്ഞു വെച്ചു. അവൻ വരട്ടെ. 2 വർഷം കഴിഞ്ഞപ്പോൾ പഴയ തട്ടാനെ തന്നെ വിളിച്ചിരുത്തി 3 പവനാക്കി പണിഞ്ഞു, പുതുക്കി പണിഞ്ഞു. അവൻ വരട്ടെ, എൻ്റെ കുഞ്ഞു വലുതായി കാണും എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. യഹോവയുടെ കൃപ ഓരോ പ്രഭാതത്തിലും പുതിയത് അല്ലേ. ചെരുപ്പെന്ന് പറഞ്ഞാൽ എന്നാ ചെരുപ്പാണെന്നാ? അവൻ ചെരുപ്പ് പോയപ്പോൾ അവൻ്റെ കാലിൽ അളവ് 4 ഇഞ്ചാണ്. പുസ്തകത്തിലൊന്നും നോക്കരുത്, ഇന്നത്രയും മതി. പിറ്റേ വർഷം കുമ്പനാട്ട് പോയി അപ്പൻ ബാറ്റായുടെ 6 ഇഞ്ചിൻ്റെ ഒരെണ്ണം മേടിച്ചു വെച്ചു. ചക്കം വരും, കൊടുക്കണം. വന്നില്ല. മൂത്ത ഇറക്കനപ്പം ബ്ലേഡ് പോലുള്ള സ്ലിപ്പർ ഇട്ടുണ്ടാ വയലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ പിള്ളേരുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ടൂറിന് പോകാൻ അപ്പനോട് ചോദിച്ചു, അപ്പ കട്ടിലിൻ്റെ കീഴിൽ കിടക്കുന്ന ബാറ്റായുടെ ഷൂ ഞാൻ എടുത്തോട്ടെ. അപ്പം പറഞ്ഞു, നീ ഉള്ളതിട്ടുകൊണ്ട് പോയാൽ മതി. ചെറുക്കം വന്നില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ അപ്പൻ 8 ഇഞ്ചിൻ്റെ ബാറ്റായുടെ പുതുപുത്തൻ സ്റ്റിക്കർ പോലെയുള്ള കിട്ടൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. അവൻ വന്നില്ല. എന്ന് വരുമോ അന്നത്തേക്ക്? തമ്പുരാന്റെ കൃപ മഞ്ഞുപോലെ പുതിയതാണ്. നമുക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, റിഫ്രഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൃപയാണ്. ആ പഴയതല്ല. നീ എത്ര അകന്നു പോകുമ്പോഴും അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആധ്യാത്മികത എന്ന് പറയണത് എന്താ? അപ്പൻ്റെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി. അവൻ അകലെ പോയപ്പോഴും അപ്പൻ്റെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒരു കാര്യോട് പറഞ്ഞു നിർത്താം. എന്നിട്ടും എന്തിനാണ് ഈ പടകിൽ? ഒന്നാമത്തെ ഉത്തരം, ഈ രാത്രിക്കപ്പുറം ഒരു പുലരിയുണ്ട്. രണ്ടാമത്തെ ഉത്തരം വചനത്തിന്റെ 3-ാം ഭാഗം എങ്ങനെയെന്നറിയാമോ? യേശു ആണെന്ന് നിങ്ങൾ പറയൂ, അറിഞ്ഞില്ല. യേശു ആണെന്ന്, അതാണ് രണ്ടാമത്തെ ഉത്തരം. നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം നമ്മെ പൊതിയുന്നുണ്ട്. The enfolding presence of Jesus Christ is unknown to us. നമ്മൾ അറിയുന്നില്ല. നമ്മൾ കൊറോണ വന്നപ്പോൾ ചോദിച്ചു, ദൈവം എവിടാ? പള്ളി അടച്ചില്ലേ? നമ്മൾ വേദനകളുടെ മധ്യ ചോദിക്കും, എവിടെ ദൈവം? യേശുവാണെന്ന് അറിഞ്ഞില്ല. കഴിഞ്ഞ രാത്രി മുഴുവൻ അവർക്ക് വേണ്ടി തീരത്തേക്ക് അടുത്തൊരു കർത്താവുണ്ടെങ്കിൽ ഇന്ന് രാത്രി പലപ്പോഴും നിരാശകളുടെ മധ്യേ, ശൂന്യമായ വലയുടെ നിമിഷങ്ങളിൽ നമ്മളും ചോദിക്കും, ദൈവം എന്തേ? കർത്താവ് എവിടാ? പെട്ടെന്നൊക്കെ ചില മരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ 10-30 വയസ്സിലൊക്കെ ചില മരിക്കുമ്പോൾ നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ, അച്ചോ നിങ്ങളുടെ ദൈവം ഇല്ല. ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. ഒരു ഉത്തരവും നമുക്ക് പറയാനില്ല. പക്ഷേ ഈ ഒരു വചനം ഉണ്ടല്ലോ, യേശുവാണെന്ന് അറിഞ്ഞില്ല, അതെന്റെ ഉത്തരം. എന്നിട്ടും നീ എന്തിനാ നിരന്തരം തോൽവികളും മുറിവുകളും ശൂന്യതയും ഉണ്ടായിട്ടും നീ എന്നിട്ടും എന്തിനു മരിക്കാതിരിക്കണം? ഉത്തരം അതാ. രണ്ടാമത്തെ ഉത്തരം, നീ അറിയാതെ നിന്നെ കരുതുന്നൊരു ദൈവം. ബുദ്ധിക്കതീതമാം അത്യുത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. നമ്മുടെ 1400 ഗ്രാം തലച്ചോറിനപ്പുറം അതാണ് ദൈവം. ദൈവം ആരാ നീ ചോദിച്ചാൽ നമ്മുടെ നാട് പറയും നേതി. അതല്ല, നാം വിചാരിക്കുന്നതിനും അപ്പുറം, ബുദ്ധിക്ക് അതീതമാം, അതെ, അവരുടെ ബുദ്ധിക്ക് അപ്പുറമായിട്ട് കരയിൽ യേശുവാണെന്ന്. മഗ്ദലക്കാരി വെളുപ്പിന് കല്ലറയിൽ നിന്നപ്പോഴും ഇതേ വരിയുണ്ട്, വചനമുണ്ട്, യേശുവാണെന്നവൾ അറിഞ്ഞില്ല. നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ചത്, ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശുവാണെന്നവർ അറിഞ്ഞില്ല. 2 ചോദ്യങ്ങൾ. ഒന്ന്, എന്തുകൊണ്ട് ഈ ശൂന്യത? അതിന് 2 ഉത്തരങ്ങൾ.
ഒന്ന്, ഇന്നലകളെ മറക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ടാവും. 2, ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക് മടങ്ങുമ്പോൾ ഒരു ശൂന്യത വന്നേക്കാം. രണ്ടാമത്തെ ചോദ്യം, എന്നിട്ടും ഈ ശൂന്യതയുടെ നടുവിൽ എന്നിട്ടും അവർ എന്തിനാണ് ഒരു രാത്രി മുഴുവൻ തുടർന്നത്? 2 ഉത്തരങ്ങൾ. ഒന്ന്, ഈ രാത്രിക്കപ്പുറം ഒരു പുലരിയുണ്ട്. നമ്മുടെ ഇരുണ്ട രാത്രികൾക്ക് മീതെ ദൈവം തരുന്നൊരു പ്രഭാതം. 2, യേശുവാണെന്ന് നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യം. ഈ രാത്രി നാം ഈ ചെറിയ വചനം ശാന്തമായി ചിന്തിച്ചു, ധ്യാനിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതമാണ്. ഈ പടക് ഇപ്പോൾ ഈ പന്തലിൻ്റെ കീഴെയുണ്ട്. ഈ വള്ളം ഇതിലെ ഒഴുകി പോകുന്നുണ്ട്. ആ വള്ളത്തിൽ നമ്മളുണ്ട്. അന്ന് ആ വള്ളത്തിൽ 7 പേരാണെങ്കിൽ ഇന്ന് ആ വള്ളത്തിൽ എത്ര പേരാണ്? നമ്മളുണ്ട് ആ വള്ളത്തിൽ. ഈ ചോദ്യങ്ങൾക്ക് ആ വള്ളം ഉത്തരം തരുന്നുമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധയോടെ വചനം കേട്ടതിന്, ചിന്തിക്കുന്നതിന്, അതിൽ നിന്ന് കൂടുതൽ ദർശനങ്ങൾ ഉണ്ടാകട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. സർവശക്തൻ്റെ കൃപയിൽ നമ്മെ തന്നെ ബലപ്പെടുത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ.